25 ബോലി. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 25ാമത്തെ ചാപ്റ്റർ ആണ്. ബോലി എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ബോലി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ സ്റ്റോറിയാണ്. എ ലിറ്റിൽ ഗേൾ ബോലി ഫെയിൽസ് ടു ഡെവലപ്പ് സെൽഫ് കോൺഫിഡൻസ് ഡ്യൂ ടു ഹെർ പാരൻ്റൽ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഒരു ബോലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഇല്ലായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ പാരൻസിൽ നിന്നുണ്ടായ പെരുമാറ്റം കൊണ്ടാണ് അവൾക്ക് കോൺഫിഡൻസ് ഇല്ലാതായത്, അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറയാൻ കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ വായിച്ചിട്ട് എന്താണ് അതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കാം. സെക്ഷൻ 1. ഫ്രം ഹർ വെരി ചൈൽഡ്ഹുഡ് ബോലി വാസ് എ ലിറ്റിൽ സ്ലോ. അപ്പോൾ ചെറുപ്പം തൊട്ടേ, കുട്ടിക്കാലം തൊട്ടേ ഈ ഒരു ബോലി എന്ന് പറയുന്ന കുട്ടി വളരെ സ്ലോ ആണ്. അവൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും വളരെ പതുക്കെ ആണ് അവൾ ചെയ്തിരുന്നത്. ഷീ ഹാഡ് സ്മോൾ പോക്സ് മാർക്സ് ഓൺ ഹെർ ഫേസ് ആൻഡ് ഷീ സ്റ്റാമേഡ്. അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവൾക്ക് സ്മോൾ ബോക്സ് വന്നിരുന്നു, വസൂരി. അപ്പോൾ അതിൻ്റെ മാർക്സൊക്കെ അവളുടെ ഫേസിൽ, അതിൻ്റെ മാർക്സ് എല്ലാം അവളുടെ ഫേസിൽ, അത് അവളുടെ മുഖത്ത് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് ഷീ സ്റ്റാമേഡ് എന്ന് വെച്ചാൽ വിക്കാണ്. അപ്പോൾ അവൾ സംസാരിക്കുമ്പോൾ വിക്കും കൂടി ഉണ്ടായിരുന്നു. വൈ ഡിഡ് ഹെർ ടീച്ചർ ടേക്ക് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ഹെർ. അപ്പോൾ അവളുടെ ടീച്ചർ ഈ ഒരു കുട്ടിയിൽ പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യം, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ്, സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഈ ഒരു കുട്ടിയുടെ, ബോലിയുടെ കാര്യത്തിൽ ടീച്ചർ കൊടുത്തിരുന്നു. അതിൻ്റെ കാരണം എന്താണ്? ഡിഡ് ബോലി മെഷർ അപ്പ് ടു ഹർ ടീച്ചേഴ്സ് എക്സ്പെക്ടേഷൻസ്. അപ്പോൾ ടീച്ചറുടെ എക്സ്പെക്ടേഷൻ, ടീച്ചർ വിചാരിച്ച, അല്ലെങ്കിൽ ടീച്ചർ ഈ കുട്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തത്, ആ ഒരു എക്സ്പെക്ടേഷൻ ടീച്ചർക്ക് കിട്ടിയിട്ടുണ്ടോ? എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ ടീച്ചറുടെ ഒരു എയിം ഉണ്ടാവും, അല്ലെങ്കിൽ ഈ കുട്ടിയിൽ നിന്ന് എനിക്ക് ഉള്ളൊരു പ്രതീക്ഷ, ടീച്ചർക്കുള്ളൊരു പ്രതീക്ഷ ഈ കുട്ടിയിൽ നിന്ന് അത് ലഭിച്ചിട്ടുണ്ടോ എന്നാണ്. ഓക്കെ, അപ്പോൾ ഹെർ നെയിം വാസ് സുലേഖ, ബട്ട് സിൻസ് ഹെർ ചൈൽഡ്ഹുഡ് എവ്രി വൺ ഹാഡ് ബീൻ കോളിംഗ് ഹെർ ബോലി ദ സിംപിൾട്ടൺ. അപ്പോൾ ഇവളുടെ ആക്ച്വൽ പേര് എന്ന് പറയുന്നത് സുലേഖ എന്നാണ്. പക്ഷെ ചെറുപ്പം തൊട്ടേ, കുട്ടിക്കാലം തൊട്ടേ എല്ലാവരും ഇവളെ വിളിക്കുന്നത് ബോലി എന്നാണ്. ദ സിംപിൾട്ടൺ എന്ന് വെച്ചാൽ ഒരു വിഡ്ഢി എന്ന്, ഒരു അവൾക്ക് അവളുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അവളുടെ അവളുടെ വയസ്സിന് അനുസരിച്ചിട്ടുള്ള പക്വതയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വിഡ്ഢിയെ പോലെ, അല്ലെങ്കിൽ അവൾക്ക് അവളുടെ ബുദ്ധി അത്രയ്ക്ക് ഡെവലപ്പ് ചെയ്യാത്ത ഒരു റീസൺ കാരണമാണ് എല്ലാവരും അവളെ ബോലി എന്ന് വിളിച്ചിരുന്നത്. സിംപിൾട്ടൺ, ഒരു വിഡ്ഢി എന്ന രീതിയിലാണ് എല്ലാവരും അവൾ വിളിച്ചിരുന്നത്. പക്ഷെ ആക്ച്വൽ ആയിട്ടുള്ള പേരെന്ന് പറയുന്നത് സുലേഖ എന്നാണ്. ഓക്കെ, അപ്പോൾ ഷീ വാസ് ദ 4th ഡോക്ടർ ഓഫ് നമ്പർദാർ രാംലാൽ. അപ്പോൾ അവള് 4ാമത്തെ മകളാണ്, രാംലാലിന്റെ 4ാമത്തെ മകളാണ് ബോലി. When she was 10 months old, she had fallen off the coat on her head and perhaps it had damaged some part of her brain. അപ്പോൾ ഇവള് 10 മാസം പ്രായം ഉണ്ടാകുമ്പോൾ, ഈ ബോലി 10 മാസം പ്രായം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്തിരുന്നു? കോട്ട് എന്ന് വെച്ചാൽ കട്ടിലിൽ നിന്ന് കുട്ടി വീണിരുന്നു. അപ്പോൾ ആ സമയത്ത് കുട്ടിയുടെ തലക്ക് ഡാമേജ് ചെയ്തിട്ട് അവളുടെ ബ്രെയിനിന് എന്തോ ഒരു ഡാമേജ് ഉണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ്. ദാറ്റ് വാസ് വൈ ഷീ റിമെയിൻഡ് എ ബാക്ക്വേർഡ് ചൈൽഡ് ആൻഡ് കെയിം ടു ബി നോൺ ആസ് ബോലി ദ സിംപിൾട്ടൺ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അന്ന് കട്ടിലിൽ നിന്ന് താഴെ വീണ, ഒരു 10 മാസം പ്രായമുള്ള സമയത്ത് കുട്ടി കട്ടിലിൽ നിന്ന് താഴെ വീണിരുന്നു. ആ സമയത്ത് ഉണ്ടായ ഒരു ഡാമേജ്, ആ സമയത്ത് ബ്രെയിനിന് എന്തോ തകരാറ് സംഭവിച്ചു. അങ്ങനെയാണ് ഈ കുട്ടിക്ക് ബോലി എന്ന പേര്. എന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ബുദ്ധി അത്രയ്ക്ക് ഈ കുട്ടിക്ക് വലിയ ബുദ്ധിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വിഡ്ഢിയെ പോലെ, അല്ലെങ്കിൽ അത്രയ്ക്ക് അവളുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള മെച്യൂരിറ്റി, പക്വത ഒന്നും കണ്ടില്ല. ഒരു വിഡ്ഢിയെ പോലെയാണ് ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ബോലി എന്ന പേര് വന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാരയിലോട്ട് പോകാം. അറ്റ് ബർത്ത് ദ ചൈൽഡ് വാസ് വെരി ഫെയർ ആൻഡ് പ്രിറ്റി, ബട്ട് വെൻ ഷി ഹാസ് 2 years old ഷി ഹാഡ് an attack of smallpox. Only the eyes were saved, but the entire body was permanently disfigured by deep black pock marks. Little Suleika could not speak till she was 5, and when at last she learned to speak, she stammered. The other children often made fun of her and mimicked her. As a result, she talked very little. അപ്പോൾ ഇവള് ജനിച്ച സമയത്ത് ഈ കുട്ടി വളരെ സുന്ദരിയായിരുന്നു. ഫെയർ ആൻഡ് പ്രിറ്റി, നല്ലൊരു സുന്ദരിയായൊരു കുട്ടിയായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, വല്ല മനോഹരമായിട്ടുള്ളൊരു സുന്ദരിയായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു ഈ ബോലി എന്ന് പറയുന്നത്. പക്ഷേ ബട്ട് വെൻ ഷി വാസ് 2 years old, അപ്പോൾ ഈ കുട്ടിക്ക് 2 വയസ്സായപ്പോഴാണ് ഷീ ഹാഡ് ആൻ അറ്റാക്ക് ഓഫ് സ്മോൾ പോക്സ്. അപ്പോൾ ഈ കുട്ടിക്ക് സ്മോൾ പോക്സ് പിടിപ്പെടുന്നത്, എന്ന് വെച്ചാൽ വസൂരി, ആ ഒരു രോഗം, ആ ഒരു ഡിസീസ് പിടിപ്പെട്ടത്. Only the eyes were saved, but the entire body was permanently disfigured by deep black
പോക്ക് മാർക്സ്. അപ്പോൾ ഈ കണ്ണൊഴികെ ബാക്കി എല്ലാ ശരീരഭാഗത്ത് എന്ത് സംഭവിച്ചു, ഈ ഒരു ബ്ലാക്ക് പോക്ക് മാർക്സ് എന്ന് വെച്ചാൽ ഈ ഒരു സ്മോൾ പോക്സ് കൊണ്ട് ഈ കുട്ടിയുടെ ഫുൾ ശരീരം മൊത്തമായി ഒരു കണ്ണ് മാത്രമാണ് ഈ കുട്ടിയുടെ സേവ് ചെയ്തത്. ലിറ്റിൽ സുലേഖ കുഡ് നോട്ട് സ്പീക്ക് ടിൽ ഷി വാസ് 5. അപ്പം 5 വയസ്സ് വരെ ഈ കുട്ടി എന്ത് ചെയ്തിരുന്നില്ല, സംസാരിച്ചിരുന്നില്ല. ആൻഡ് വെൻ അറ്റ് ലാസ്റ്റ് ഷി ലേൺ ടു സ്പീക്ക്. അപ്പോൾ എന്താണ്, 5 വയസ്സ് വരെ കുട്ടി സംസാരിച്ചിരുന്നില്ല. ഫൈനലായിട്ട് എന്ത് ചെയ്തു, 5 വയസ്സിന് ശേഷം കുട്ടി സംസാരിച്ചു. ഷി സ്റ്റാമേഡ്. പക്ഷെ സംസാരിക്കുന്നത് വിക്കിലൂടെ ആയിരുന്നു. എന്ന് വെച്ചാൽ സംസാരിക്കുന്ന സമയത്ത് വിക്ക് ഉണ്ടായിരുന്നു ഈ കുട്ടിക്ക്. ദ അതർ ചിൽഡ്രൻ ഓഫൺ മെയ്ഡ് ഫൺ ഓഫ് ഹർ. അപ്പം ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇവളെ കളിയാക്കിയിരുന്നു, എല്ലാവരും ഇവളെ കളിയാക്കി ചിരിച്ചിരുന്നു. ഹാൻഡ് മിമിക്ഡ് ഹർ എന്ന് അവള് സംസാരിക്കുന്ന രീതി അവർ എന്ത് ചെയ്തിരുന്നു, അവര് അതുപോലെ ചെയ്തിട്ട് അവളെ അവളെ കളിയാക്കി ചിരിച്ചിരുന്നു. എന്ന് വെച്ചാൽ അവള് സംസാരിക്കുന്ന രീതിയിൽ അവർ സംസാരിച്ച് അവൾക്ക് എന്താണ് ഒരു ഫീൽ ചെയ്യുന്ന, അവളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അവർ പെരുമാറിയിരുന്നു. ആസ് എ റിസൾട്ട് ഷി ടോക്ഡ് വെരി. അതുകൊണ്ട് തന്നെ ഇവള് സംസാരം കുറച്ചിരുന്നു. എല്ലാ കുട്ടികളും അവളെ പരിഹസിക്കുന്ന സമയത്ത് അവൾക്കത് എന്തായിരുന്നു, സംസാരിക്കാൻ പോലും എന്താണ് പേടിയായിരുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നത് അവള് കുറയ്ക്കുകയായിരുന്നു. അവള് ഒരുപാടൊന്നും സംസാരിച്ചില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാരയിലോട്ട് പോവാം. റാംലാൽ ഹാഡ് 7 children, 3 sons and 4 daughters. The youngest of them was Boli. It was a prosperous farmer's household and there was plenty to eat and drink. അപ്പോൾ റാംലാൽ ഹാഡ് 7 children. ഈ റാംലാലിന് 7 കുട്ടികൾ ഉണ്ടായിരുന്നു. 3 sons and 4 daughters. 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളായിരുന്നു. ആൻഡ് ദ യംഗസ്റ്റ് ഓഫ് ദം വാസ് ബോലി. അപ്പോൾ 4ാമത്തെ എന്ന് വെച്ചാൽ ചെറിയ കുട്ടിയായിരുന്നു ബോലി. ഇറ്റ് വാസ് എ പ്രോസ്പെറസ് ഫാമേഴ്സ് ഹൗസ് ഹോൾഡ് ആൻഡ് ദർ വാസ് എ പ്ലെന്റി ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. അപ്പോൾ ഇദ്ദേഹം എന്തായിരുന്നു, ഇദ്ദേഹം കൃഷിക്കാരനാണ്. എന്ന് വെച്ചാൽ കൃഷി ചെയ്തിട്ടാണ് ഇദ്ദേഹം എന്താണ് ഒരു ലൈവ്ലിഹുഡ്, ഇദ്ദേഹത്തിന്റെ വർക്ക് എന്ന് പറയുന്നത് ഇദ്ദേഹം കൃഷി ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് ഒരുപാട് ഈ കഴിക്കാനും കുടിക്കാനും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു അവർക്ക്. നല്ല രീതിയിൽ ഫാമിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ജീവിതമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഓൾ ദ ചിൽഡ്രൻ എക്സ്പെക്ട് ബോലി വെയർ ഹെൽത്തി ആൻഡ് സ്ട്രോങ്. അപ്പോൾ ബോലിയെ ഒഴിച്ച് മറ്റു കുട്ടികളെല്ലാം നല്ല ആരോഗ്യവും നല്ല സ്ട്രോങ്ങും ആയിരുന്നു. എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ടും അതേപോലെ ആരോഗ്യവതിയായിട്ടും ഉണ്ടായിരുന്നു. ബോലിയെ ഒഴിച്ച്, ബോലി മാത്രം നല്ല ഹെൽത്തും സ്ട്രോങ് ഒന്നും ബോലിക്ക് ഉണ്ടായിരുന്നില്ല. ദ സൺസ് ഹാഡ് ബീൻ സെൻഡ് ടു ദ സിറ്റി ടു സ്റ്റഡി ഇൻ സ്കൂൾസ് ആൻഡ് ലേറ്റർ ഇൻ കോളേജ്. അപ്പോൾ ആൺകുട്ടികൾ എന്ത് ചെയ്തിരുന്നു, സ്കൂളിൽ അയച്ചിരുന്നു. അതുപോലെ തന്നെ പിന്നീട് എന്ത് ചെയ്തിരുന്നു, കോളേജിലും അയച്ചിരുന്നു. ഓഫ് ദ ഡോട്ടേഴ്സ് രാധ ദ എൽഡസ്റ്റ് ഹാഡ് ഓൾറെഡി ബീൻ മാരീഡ്. അപ്പോൾ വലിയ മകള് രാധയാണ്, എൽഡസ്റ്റ് വലിയ മകള്. അവൾ എന്ത് ചെയ്തു, ഓൾറെഡി കല്യാണം കഴിച്ചു കൊടുത്തു. The second daughter, Mangal's marriage had also been settled, and when that was done, Ramlal would think of the third. അപ്പോൾ എന്താണ്, രണ്ടാമത്തെ മംഗ്ലാസ് എന്നാണ് അവരുടെ പേര്, ആ കുട്ടിയുടെ പേര്. ആ കുട്ടിയുടെ മാരേജിന്റെ സെറ്റിൽമെന്റ് എന്ന് വെച്ചാൽ മാരേജിന്റെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിരുന്നു, ഏർപ്പാടൊക്കെ ചെയ്തിരുന്നു. ആൻഡ് വെൻ ദാറ്റ് വാസ് ഡൺ, ആ ഒരു മാരേജ് ചെയ്തിരുന്ന സമയത്താണ് ഇദ്ദേഹം രാംലാൽ വുഡ് തിങ്ക് ഓഫ് ദ തേർഡ്, ചാമ്പ. There were good looking healthy girls and it was not difficult to find bridegrooms for them. അപ്പോൾ എന്താണ്, ഒരു കുട്ടിയെ, രാധ എന്ന് പറയുന്ന കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു. രണ്ടാമത്തെ മംഗ്ലാസ് എന്ന് പറയുന്ന കുട്ടിയെ എന്ത് ചെയ്തു, ഗ്രൂമൊക്കെ ചെറുക്കനൊക്കെ റെഡി ചെയ്ത് സെറ്റിൽ ചെയ്തു. ആ സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു, 3ാമത്തെ കുട്ടിക്കും ആലോചന തേടുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ നല്ല രീതിയിൽ നല്ല സുന്ദരികളായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മക്കൾ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ 3 പെൺകുട്ടികളും നല്ല രീതിയിൽ സുന്ദരി ആയതുകൊണ്ട്, 4ആളും സുന്ദരിയാണ് ബോലിയും. പക്ഷെ ബോലിക്ക് അത്ര ഹെൽത്തി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ 3 കുട്ടികൾക്കും ചെറുക്കന്മാരെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. But Ramlal was worried about Boli. She had neither good looks nor intelligence. അപ്പോൾ എന്താണ്, റാംലാലിന് ഈ ബോലിയെ ഓർത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു പേടി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്, ഇവള് നല്ല സുന്ദരിയായിരുന്നു ചെറുപ്പത്തിൽ, പക്ഷേ ഈ ഒരു സ്മോൾ പോക്സ് വന്നതോടെ അവളുടെ മുഖത്തൊക്കെ ഒരുപാട് മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവൾക്ക് വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇദ്ദേഹം പേടിച്ചിരുന്നു. കാരണം ഇവളെ കെട്ടിച്ചു വിടാൻ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്ന രീതിയിൽ ഇദ്ദേഹം പേടിച്ചിരുന്നു. Boli was 7 years old when Mangla was married. The same year, a primary school for girls was opened in their village. The Tehsildar Sahib came to perform its opening ceremony. He said to Ramlal, as a revenue official, you are the representative of the government in the village, and so you must set an example to the villagers. You must send your daughters to school. അപ്പോൾ എന്താണ്, ബോലി
ബോലിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് മംഗള എന്ന് പറയുന്ന അവരുടെ മകൾക്ക് കല്യാണം കഴിഞ്ഞത്. ദ സെയിം ഇയർ എ പ്രൈമറി സ്കൂൾ ഫോർ ഗേൾസ്. അപ്പോൾ അതേ വർഷം എന്താണ് ഇവൾക്ക് 7 വയസ്സുള്ള സമയത്ത്, ബോലിക്ക് 7 വയസ്സുള്ള സമയത്താണ് മംഗളയ്ക്ക് കല്യാണം കഴിഞ്ഞത്. അതേ വർഷം തന്നെ എന്ത് ചെയ്തു, അവിടെ ഒരു പ്രൈമറി സ്കൂൾ ഗേൾസിന് വേണ്ടി, പെൺകുട്ടികൾക്ക് ഒരു പ്രൈമറി സ്കൂൾ വാസ് ഓപ്പൺ ഇൻ അവരുടെ ഗ്രാമത്തിൽ ഒരു പ്രൈമറി സ്കൂൾ ഗേൾസിന് വേണ്ടിയിട്ട്, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രൈമറി സ്കൂൾ ഓപ്പൺ ചെയ്തു. ദ തെഹസിൽദാർ സാഹിബ്. അപ്പോൾ തെഹസിൽദാർ സാഹിബ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു ഓപ്പണിംഗ് സെറമണി, ആ ഒരു സ്കൂള് ഓപ്പണിംഗ് ചെയ്ത് എന്ന് വെച്ചാൽ ഉദ്ഘാടനം ചെയ്തത്. ഹി സെഡ് ടു രാംലാൽ. അദ്ദേഹം രാംലാലിനോട് പറഞ്ഞു, ആസ് എ റവന്യൂ ഒഫീഷ്യൽ യു ആർ ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ ദ വില്ലേജ്. അപ്പോൾ നിങ്ങളൊരു റവന്യൂ ഒഫീഷ്യൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളാണ് ഈ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ ദ വില്ലേജ്. ഈ ഒരു ഗ്രാമത്തിലുള്ളവരുടെ ഇദ്ദേഹത്തിന് നല്ലൊരു പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഗ്രാമത്തിൽ. റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ ദ വില്ലേജ് ആൻഡ് യു മസ്റ്റ് സെറ്റ് ആൻ എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നല്ലൊരു റവന്യൂ ഒഫീഷ്യൽ ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൽ എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് നല്ലൊരു നിലപാടുണ്ടായിരുന്നു ആ ഒരു ഗ്രാമത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു എക്സാമ്പിൾ ആവണം, അല്ലെങ്കിൽ നിങ്ങളൊരു ഉദാഹരണമാണ്. നിങ്ങളുടെ പെൺകുട്ടികളെ സ്കൂളിൽ അയച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാവർക്കും ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങൾ വഴി എല്ലാവരും എന്ത് ചെയ്യണം, പെൺകുട്ടികളെ സ്കൂളിൽ അയക്കാനും നിങ്ങൾ കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ കണ്ട് മറ്റുള്ളവരും ചെയ്യണം എന്ന രീതിയിലാണ്. നിങ്ങൾക്ക് നല്ലൊരു വാല്യൂ അല്ലെങ്കിൽ നല്ലൊരു സ്ഥാനം ഈ ഒരു വില്ലേജിൽ, ഈ ഒരു ഗ്രാമത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മകളെ അയക്കണം, ഡോക്ടേഴ്സിനെ സ്കൂളിലേക്ക് അയക്കണം എന്ന് പറഞ്ഞു. The night when Ramlal consulted his wife, she cried, "Are you crazy? If girls go to school, who will marry them?" അപ്പോൾ എന്താണ്, രാംലാൽ ഈ കാര്യം ആരോട് ഡിസ്കസ് ചെയ്തു, ഇദ്ദേഹത്തിന്റെ വൈഫെ ഒന്നിച്ച് ഡിസ്കസ് ചെയ്തു. ആ സമയത്ത് വൈഫ് കരയാണ്. എന്തുകൊണ്ട്, ആർ യു ക്രേസി, ഇഫ് ഗേൾസ് ഗോ ടു സ്കൂൾ ഹൂ വിൽ മാരി ദം. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ച് ഈ ഒരു രാംലാലിന്റെ വൈഫ് കരയാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾ ആരാണ് കല്യാണം ചെയ്യാൻ വരിക എന്ന രീതിയിൽ ഈ ഒരു രാംലാലിന്റെ വൈഫ് ചോദിച്ചു. ബട്ട് രാംലാൽ ഹാഡ് നോട്ട് the courage to disobey the Tehsildar. At last his wife said, "I will tell you what to do. Send Boli to school as it is. There is a little chance of her getting married. With her ugly face and lack of sense, let the teachers at school worry about her." അപ്പോൾ എന്താണ്, രാംലാലിന് ധൈര്യമില്ലായിരുന്നു ഈ തഹസിൽദാറിനെ ഡിസൊബേ ചെയ്യാൻ, അദ്ദേഹത്തെ അനുസരിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമില്ലായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിന് നിരസിക്കാൻ ഒരു മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ബോലിയെ സ്കൂളിലേക്ക്, ഇദ്ദേഹത്തിന്റെ 4ാമത്തെ മകളായ ബോലിയെ സ്കൂളിലേക്ക് അയക്കാം. ആസ് ഇറ്റ് ഈസ് ദർ ഇസ് എ ലിറ്റിൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് മാരീഡ്. അപ്പോൾ അവിടെ വലിയ ചാൻസ് ഒന്നും കാണുന്നില്ല, ബോലിയുടെ കാര്യത്തിൽ വലിയ ചാൻസ് ഒന്നും, വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല, അവളെ കെട്ടിക്കൊണ്ട് പോകുന്നുള്ള പ്രതീക്ഷ ഒന്നും നമുക്കില്ല. വിത്ത് ഹഗ്ലി ഫേസ് ആൻഡ് ലാക്ക് ഓഫ് സെൻസ്. അപ്പോൾ അവളുടെ ആ ഒരു കൊള്ളാത്തൊരു ഫേസ്, കൊള്ളാത്തൊരു മുഖവും, അതുപോലെ തന്നെ ലാക്ക് ഓഫ് സെൻസ്, അവൾക്ക് വലിയ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരും അവളെ കല്യാണം കഴിക്കാൻ വരില്ല. അതുകൊണ്ട് അവളെ സ്കൂളിൽ അയക്കാം. ദ ടീച്ചേഴ്സ് അറ്റ് സ്കൂൾ വെറി അബൌട്ട്. അപ്പോൾ ടീച്ചേഴ്സ് അവളെ ഏറ്റെടുത്തോട്ടെ എന്ന് വെച്ചാൽ ടീച്ചേഴ്സ് അവളെ നോക്കിക്കോട്ടെ എന്ന രീതിയിൽ. അപ്പോൾ ഇവരുടെ ധാരണയിൽ അല്ലെങ്കിൽ ഇവരുടെ വ്യൂവിൽ എന്താണ്, പെൺകുട്ടികൾ സ്കൂളിൽ പോയാൽ അവരെ കല്യാണം കഴിക്കാൻ ആരും വരില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബോലിയുടെ കാര്യത്തിൽ എന്താണ്, ബോലിയെ കല്യാണം കഴിക്കാൻ ആരും വരും തോന്നുന്നില്ല. അവളുടെ ഫേസ് അഗ്ലി ഫേസ് ആയതുകൊണ്ട് തന്നെ, ബ്യൂട്ടിഫുൾ അല്ലാത്തത് കൊണ്ട് തന്നെ, അവൾക്ക് വലിയ ബുദ്ധിയും ഇല്ലാത്തത് കൊണ്ട്, അതുകൊണ്ട് അവളെ സ്കൂളിൽ അയക്കാം. എന്നിട്ട് ടീച്ചേഴ്സ് അവളെ കെയർ ചെയ്തോട്ടെ, ടീച്ചേഴ്സ് അവളെ നോക്കിക്കോട്ടെ എന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാരോട്ട് പോകാം. The next day Ramlal caught Boli by the hand and said, "Come with me, I will take you to school." Boli was frightened. She did not know what a school was like. She remembered how a few days ago their old cow Lakshmi had been turned out of the house and sold. അപ്പോൾ എന്താണ്, രാംലാൽ കോട്ട് ബോലി ബൈ ദ ഹാൻഡ് ആൻഡ് സെഡ്. രാംലാൽ എന്ത് ചെയ്തു, ബോലിയുടെ കൈയും പിടിച്ചിട്ട് എന്ത് പറഞ്ഞു, കം വിത്ത് മീ, എൻ്റെ ഒന്നിച്ച് വരൂ എന്ന് പറഞ്ഞിട്ട്, ഐ വിൽ ടേക്ക് യു ടു സ്കൂൾ, എൻ്റെ ഒന്നിച്ച് വരൂ, ഞാൻ നിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ബോലിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി. ബോലി വാസ് ഫ്രൈറ്റൻഡ്. ബോലിക്ക് പേടിയായി. ഷീ ഡിഡ് നോട്ട് നോ വാട്ട് എ സ്കൂൾ വാസ് ലൈക്ക്. അപ്പോൾ അവൾക്ക് സ്കൂൾ എന്താണെന്ന് അറിയില്ല, ബോലിക്ക് സ്കൂൾ എന്താണെന്ന് അറിയില്ല, അവൾ ആകെ പേടിച്ചു പോയി.
ഷീ റിമെമ്പേർഡ് ഹൗ എ ഫ്യൂ ഡേയ്സ് എഗോ ദെയർ ഓൾഡ് കൗ. അപ്പോൾ അവൾക്ക് എന്താണ് ഓർമ്മ വന്നത്? കുറച്ച് ദിവസം മുമ്പ് എന്ത് ചെയ്തിരുന്നു? അവരുടെ ഓൾഡ് കൗ എന്ന് വെച്ചാൽ വയസ്സായ ഒരു പശുവെ, ലക്ഷ്മി എന്നാണ് ആ പശുവിടെ പേര്, ഹാഡ് ബീൻ ടേൺഡ് ഔട്ട് ഓഫ് ദ ഹൗസ് ആൻഡ് സോൾഡ്. വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടിട്ട് അതിനെ വിൽപ്പന ചെയ്തു. ആ ഒരു ഓർമ്മയാണ് ആർക്ക് വന്നത്? ബോലിക്ക് വന്നത്. No, 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 no. She shouted in terror and pulled her hand away from her father's grip. അപ്പം എന്ത് ചെയ്തു? അവള് വേണ്ട വേണ്ട എന്ന് അലറിക്കൊണ്ടെന്ന് പറഞ്ഞു. അവള് അലറി. ഷീ ഷൗട്ടഡ് ഇൻ ടെറർ. അവള് ഷൗട്ട് ചെയ്തു, അലറിക്കൊണ്ട് പറഞ്ഞു. ആൻഡ് പുൾഡ് ഹർ ആൻഡ് എവേ. അവൾ എന്ത് ചെയ്തു? അവളുടെ കൈനെ പുൾ ചെയ്തു, അങ്ങോട്ട് നീക്കി. എന്നിട്ട് ഹർ ആൻഡ് എവേ ഫ്രം ഹർ ഫാദേഴ്സ് ഗ്രിപ്പ്. അദ്ദേഹത്തിന്റെ ഗ്രിപ്പ്, അദ്ദേഹം ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവള് കൈനെ എന്ത് ചെയ്തു? അദ്ദേഹം പിടിച്ച ആ ഒരു ഇത് അവൾ എന്ന് വെച്ചാൽ അവൾക്ക് പോവാൻ താല്പര്യമില്ലായിരുന്നു. അവൾ ആ കൈനെ പുൾ ചെയ്തു, അങ്ങോട്ട് നീക്കിയിട്ടു. What's the matter with you, you fool? Shouted Ramlal. I am only taking you to school. Then he told his wife, let her wear some decent clothes today, or else what will the teachers and the other school girls think of us when they see her? അപ്പോൾ വാട്ട്സ് ദ മാറ്റർ വിത്ത് യു ഫൂൾ. അപ്പോൾ എന്താണ് നിന്റെ പ്രശ്നം എന്താണ്? നീയൊരു വിഡ്ഢിയാണോ എന്ന രീതിയിൽ ഇദ്ദേഹം ഷൗട്ട് ചെയ്തു. ആരോട്? ബോലിയോട് ഷൗട്ട് ചെയ്തു. ഐ എം ഓൺലി ടേക്കിംഗ് യു ടു സ്കൂൾ. ഞാൻ നിന്നെ സ്കൂളിലേക്ക് മാത്രമാണ് കൊണ്ടുപോകുന്നത്. ദെൻ ഹി ടോൾഡ് ഹിസ് വൈഫ്. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, ലെറ്റ് ഹർ വിയർ സം ഡീസെന്റ് ക്ലോത്ത്സ് ടുഡേ. അപ്പോൾ എന്നിട്ട് എന്ത് പറഞ്ഞു? അവളെ കൊണ്ട് നല്ലൊരു വൃത്തിയുള്ള ഡ്രസ്സ് അവളെ കൊണ്ട് ഇടിപ്പിക്കണം. ഓർ എൽസ് വാട്ട് വിൽ ദ ടീച്ചേഴ്സ് ആൻഡ് അതർ സ്കൂൾ ഗേൾസ് തിങ്ക് ഓഫ് us when they see her. അപ്പോൾ ഇവളെ ടീച്ചേഴ്സും മറ്റു കുട്ടികളും കാണുമ്പോൾ എന്ത് വിചാരിക്കും? നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും? അതുകൊണ്ട് ഇവളെ കൊണ്ട് നല്ലൊരു ഉടുപ്പ് ധരിപ്പിക്കണം എന്ന് പറഞ്ഞു. Okay. New clothes had never been made for Boli. The old dresses of her sisters were passed on to her. No one cared to mend or wash her clothes, but today she was lucky to receive a clean dress which had shrunk after many washings and no longer fitted Chamba. She was even bathed and oil was rubbed into her hair and matted hair. Only then did she begin to believe that she was being taken to a place better than her home. അപ്പോൾ എന്താണ് ന്യൂ ക്ലോത്ത്സ് എന്ന് പറയുന്നത്? പുതിയ വസ്ത്രം എന്ന് പറയുന്നത് ബോലിക്ക് ഒരിക്കലും കിട്ടിയിരുന്നില്ല. ബോലിക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ഉടുപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബോലിക്ക് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഉടുപ്പ് അവര് കൊടുത്തില്ലായിരുന്നു. അവരെന്ത് ചെയ്തിരുന്നു? അവൾക്ക് പുതിയ ഉടുപ്പ് എന്ന് പറഞ്ഞിട്ട് അവളുടെ പാരൻസ് കൊടുത്തില്ല. ദ ഓൾഡ് ഡ്രസ്സസ് ഫോർ ഹെർ സിസ്റ്റേഴ്സ് വെയർ പാസ്ഡ് ഓൺ ടു ഹെർ. അപ്പോൾ അവളുടെ ചേച്ചിമാര് ധരിച്ച ഉടുപ്പാണ് അവള് ധരിച്ചിരുന്നത്. അവര് യൂസ് ചെയ്തിട്ട് പഴകിയ ഡ്രസ്സാണ് ബോലി ഉപയോഗിച്ചത്. നോ വൺ കെയർ ടു മെൻഡ് ഓർ വാഷ് ഹെർ ക്ലോത്ത്സ്. അപ്പൊ ആരും അവളുടെ ഡ്രസ്സൊന്നും അലക്കി കൊടുത്തിട്ടോ തേച്ച് കൊടുത്തിട്ടോ ഒന്നും ഇല്ലായിരുന്നു. അവൾക്ക് നല്ല ഉടുപ്പൊന്നും ലഭിച്ചില്ലായിരുന്നു. ബട്ട് ടുഡേ ഷി വാസ് ലക്കി ടു റിസീവ് എ ക്ലീൻ ഡ്രസ്. അപ്പൊ ഇന്ന് അവള് ഭാഗ്യം ചെയ്തിട്ടുണ്ട് നല്ലൊരു ഡ്രസ്സ് വിച്ച് ഹാഡ് ഷ്രങ്ക് ആഫ്റ്റർ മെനി വാഷിങ്സ്. അപ്പൊ അങ്ങനെ വൃത്തിയായിട്ട് എന്ത് ചെയ്തു? അലക്കിയ നല്ലൊരു വസ്ത്രം തന്നെ ഇന്ന് ആര് ധരിച്ചു? ബോലി ധരിച്ചു. ആൻഡ് നോ ലോങ്കർ ഫിറ്റഡ് ചാമ്പ. അപ്പൊ അത് ചാമ്പ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ മകളാണ്. അവൾക്ക് അത് ഫിറ്റ് ചെയ്തില്ലായിരുന്നു. ആർക്കാണ്? നല്ല ക്ലീൻ ആയിട്ടുള്ള ഉടുപ്പ് ബോലി ധരിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് അവള് ഭാഗ്യവതിയാണ്. ഷീ വാസ് ഈവൻ ബാത്ത് ആൻഡ് ഓയിൽ വാസ് റബ്ബേർഡ് ഇൻ ടു ഹെർ ഡ്രൈ ആൻഡ് മാറ്റഡ് ഹെയർ. അപ്പൊ എന്താണ്? ഇന്ന് അവള് നല്ല രീതിയിൽ കുളിച്ചു. അതിനുശേഷം എണ്ണയൊക്കെ പുരട്ടി നല്ല രീതിയിൽ തലയൊക്കെ കെട്ടിവെച്ചു. Only then she did begin to believe that she was being taken to a place better than her home. എന്നിട്ട് അവളുടെ മനസ്സിലൊരു ചിന്തയുണ്ടായി, അല്ലെങ്കിൽ അവളുടെ മനസ്സിലൊരു തോന്നലുണ്ടായി. എന്താണ്? ഞാൻ എൻ്റെ വീടിനാട്ടിലും നല്ലൊരു സ്ഥലത്തേക്കാണല്ലോ പോകുന്നുള്ളൊരു തോട്ട് ഇവളുടെ മനസ്സിലുണ്ടായി. കാരണം എന്താണ്? ഇതുവരെ ഇവളുടെ വീട്ടിൽ നിന്ന് ഇവൾക്ക് നല്ലൊരു രീതിയിലുള്ള സംസാരമോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വസ്ത്രമോ ഒന്നും ലഭിച്ചില്ലായിരുന്നു. ഇവള് എന്ത് ചെയ്തു? ഇവള് മനസ്സുകൊണ്ട് വിചാരിച്ചു, എൻ്റെ വീടിനാട്ടിലും നല്ലൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നതെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ സെക്ഷൻ 1 കഴിഞ്ഞു. നമുക്ക് സെക്ഷൻ 2 പോവാം. സെക്ഷൻ 2. A girl who had not heard the name of school, or who did not know what a school was, and who felt terrified to go to school, developed attachment with the school. How did it happen? Read the second unit of the story. അപ്പോൾ എന്താണ് ഈ കുട്ടി എന്ന് പറയുന്നത്? സ്കൂൾ എന്താണെന്ന് പോലും കേട്ടിട്ടില്ലാത്തൊരു കുട്ടി, അല്ലെങ്കിൽ
who did not know what a school was and who felt terrified to go to school. അപ്പോൾ സ്കൂളിൻ്റെ പേര് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ സ്കൂൾ എന്താണെന്ന് അറിയാത്ത കുട്ടി, ആ കുട്ടിക്ക് എന്തായിരുന്നു, ഒരു എന്താണ്, പരിഭ്രാന്തമായിരുന്നു ആ കുട്ടിക്ക്. സ്കൂളിനെ കുറിച്ചിട്ടുള്ളൊരു ഏതൊരു എന്താണ് ഐഡിയ ഇല്ലായിരുന്നു ആ കുട്ടിക്ക്. അതുകൊണ്ട് തന്നെ ഒരു പതറിയ അവസ്ഥയിലായിരുന്നു ബോലി. ഓക്കെ, അപ്പോൾ അറ്റാച്ച്മെന്റ് വിത്ത് സ്കൂൾ, ഷീ ഡെവലപ്ഡ് അറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് സ്കൂളുമായിട്ട് ഒരു നല്ലൊരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ നല്ലൊരു ബന്ധം ഫീൽ ചെയ്തു. ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ, എങ്ങനെയാണ് ആ കുട്ടിക്ക് സ്കൂളുമായിട്ട് അത്ര അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ നല്ലൊരു ബന്ധം ഉണ്ടായത്? റീഡ് ദ സെക്കൻഡ് യൂണിറ്റ് ഓഫ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ വായിച്ചിട്ട് അത് എങ്ങനെയാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കാം. വെൻ ദേ റീച്ച് ദ സ്കൂൾ ദ ചിൽഡ്രൻ വെയർ ഓൾറെഡി ഇൻ ദിയർ ക്ലാസ് റൂംസ്. അപ്പോൾ രാംലാൽ ബോലിയെ കൂട്ടി എവിടെ വന്നു, സ്കൂളിലോട്ട് വന്നു. എന്നിട്ട് ആ സമയത്ത് സ്കൂളിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം ക്ലാസ്സിലായിരുന്നു, ക്ലാസ് റൂമിൽ ഓൾറെഡി ബോലി വരുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടികളെല്ലാം ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നു. രാംലാൽ ഹാൻഡഡ് ഓവർ ഹിസ് ഡോട്ടർ ടു ദ ഹെഡ് മിസ്ട്രസ്. രാംലാൽ എന്ത് ചെയ്തു, ഈ കുട്ടിയെ ഹെഡ് മിസ്ട്രസ് ടീച്ചർ, ആ ഒരു സ്കൂളിൽ ടീച്ചറിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു. ലെഫ്റ്റ് അലോൺ, എന്നിട്ട് തനിച്ചാക്കി പോയി. ദ പുവർ ഗേൾ ലുക്ക്ഡ് അബൌട്ട് ഹർ വിത്ത് ഫിയർ ലാഡൻ ഹൈസ്. അപ്പോൾ അവള് പേടിച്ചുകൊണ്ട് അവളുടെ ആ ഒരു പേടിയുള്ള ആ ഒരു കണ്ണിലൂടെ അവള് നോക്കി. അവൾക്ക് സ്കൂൾ എന്താണെന്ന് പോലും അറിയില്ല, അതുകൊണ്ട് തന്നെ അവൾക്ക് പേടിയായിരുന്നു. There were several rooms and in each room girls like her squatted on mats. അപ്പോൾ എന്താണ്, അവിടെ ഒരുപാട് റൂം ഉണ്ടായിരുന്നു. എല്ലാ റൂമിലും എന്ത് ചെയ്തിരുന്നു, അവള് പതുങ്ങിയിരുന്ന ആ ഒരു മാറ്റിൽ പതുങ്ങിയിരുന്ന പോലെ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ഇരുന്നിരുന്നു. റീഡിങ് ഫ്രം ബുക്സ് ഓർ റൈറ്റിംഗ് ഓൺ സ്ലേറ്റ്സ്. അപ്പോൾ ബുക്ക് നോക്കി വായിച്ചിരുന്നു, അതുപോലെ തന്നെ സ്ലേറ്റ്സിലൊക്കെ സ്ലേറ്റിൽ എഴുതിക്കൊണ്ടുണ്ടായിരുന്നു. ദ ഹെഡ് മിസ്ട്രസ് ആസ്ക്ഡ് ബോലി ടു സിറ്റ് ഡൗൺ ഇൻ എ കോർണർ ഇൻ വൺ ഓഫ് ദ ക്ലാസ് റൂംസ്. അപ്പോൾ എന്താണ്, ഹെഡ് മിസ്ട്രസ് എന്ന് വെച്ചാൽ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ്, ഓക്കെ, ടീച്ചറാണ്. ഓക്കെ, ആസ്ക്ഡ് ബോലി ടു സിറ്റ് ഡൗൺ ഇൻ എ കോർണർ ഇൻ വൺ ഓഫ് ദ ക്ലാസ് റൂം. എന്നിട്ട് പറഞ്ഞു ഏതെങ്കിലും ഒരു ക്ലാസ് റൂമിന്റെ കോർണറിൽ പോയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ബോലി ഡിഡ് നോട്ട് നോ വാട്ട് എക്സാക്ട്ലി എ സ്കൂൾ വാസ് ലൈക്ക് ആൻഡ് വാട്ട് ഹാപ്പൻ ദേർ. അപ്പോൾ ബോലിക്ക് സ്കൂൾ എന്താണെന്നും അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നതെന്നും ബോലിക്ക് സത്യത്തിലൊന്നും മനസ്സിലായിരുന്നില്ല. ബട്ട് ഷീ വാസ് ഗ്ലാഡ് ടു ഫൈൻഡ് സോ മെനി ഗേൾസ് ഓൾമോസ്റ്റ് ഓഫ് ഹർ ഓൺ ഏജ് പ്രസന്റ് ദേർ. അപ്പോൾ അവൾക്ക് സന്തോഷമായിരുന്നു അവിടെ ഒരുപാട് പെൺകുട്ടികളെ കണ്ടതുകൊണ്ട് തന്നെ. അവളുടെ വയസ്സിൽ ഒരുപാട് പെൺകുട്ടികളെ കണ്ടതുകൊണ്ട് അവൾക്ക് വല്ലാത്ത സന്തോഷം അനുഭവപ്പെട്ടു. ഷീ ഹോപ്പ് ദാറ്റ് വൺ ഓഫ് ദീസ് ഗേൾസ് മൈറ്റ് ബിക്കം ഹെർ ഫ്രണ്ട്. അപ്പോൾ അവള് ആഗ്രഹിച്ചു അതിലുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ അവിടെ ഉണ്ട് ഒരുപാട് കുട്ടികളിൽ ഏതെങ്കിലും ഒരു കുട്ടി എൻ്റെ സുഹൃത്താവും, നല്ലൊരു സുഹൃത്തായി എനിക്ക് ലഭിക്കൂ എന്ന് അവള് ഹോപ്പ് ചെയ്തു, ആഗ്രഹിച്ചു, വിശ്വസിച്ചു. Okay, അപ്പോൾ നെക്സ്റ്റ് പാര. ദ ലേഡി ടീച്ചർ ഹു വാസ് ഇൻ ദ ക്ലാസ് വാസ് സീയിങ് സംതിങ് ടു ദ ഗേൾസ് ബട്ട് ബോലി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടീച്ചർ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു മറ്റു കുട്ടികൾക്ക്. അപ്പോൾ പക്ഷെ ബോലിക്കൊന്നും മനസ്സിലായിരുന്നില്ല. ഷീ ലുക്ക്ഡ് അറ്റ് ദ പിക്ചേഴ്സ് ഓൺ ദ വാൾ. അവള് ആ വാൾസിലുണ്ടായിരുന്ന, ആ ചുമരിലുണ്ടായിരുന്ന ആ പിക്ചേഴ്സിനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു ചുമരിലുണ്ടായിരുന്ന പിക്ചേഴ്സൊക്കെ അവള് ബോലി നോക്കിക്കൊണ്ടിരുന്നു. ദ കളേഴ്സ് ഫാസിനേറ്റഡ് ഹെർ. അപ്പോൾ ആ ഒരു കളേഴ്സൊക്കെ, ആ ഒരു എന്താണ്, ആ വർണ്ണങ്ങൾ, ആ ഒരു കളേഴ്സൊക്കെ അവളെ അവൾക്ക് ഒരു കൗതുകം തോന്നിപ്പിച്ചു. ദ ഹോഴ്സ് വാസ് ബ്രൗൺ ജസ്റ്റ് ലൈക്ക് ദ ഹോഴ്സ് ഓൺ വിച്ച് ദ തഹസിൽദാർ ഹാഡ് കം ടു വിസിറ്റ് ദേ വില്ലേജ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രൗൺ കളറിലെ ഒരു കുതിര തഹസിൽദാർ ആ ഒരു സ്കൂള് ഉദ്ഘാടനം ചെയ്യാൻ വന്ന തഹസിൽദാർ വന്ന ഹോർസ് കുതിരയെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു ഗ്രാമത്തിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ വന്ന തഹസിൽദാറിന്റെ കുതിരയെ പോലെ ഉണ്ടായിരുന്നു. ദ ഗോഡ് വാസ് ബ്ലാക്ക് ലൈക്ക് ദ ഗോഡ് ഓഫ് ദെയർ നെയ്ബർ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആട്, ആ ഒരു ആ വാൾസിൽ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗോട്ട് എന്ന് പറയുന്നത് അവരുടെ നെയ്ബർ, ബ്ലാക്ക്, കറുപ്പ് നിറത്തിലുള്ള ആ ഒരു ആട് അവരുടെ നെയ്ബറുടെ അയൽ വീട്ടിലുള്ള ഒരു ആടിന്റെ ആ ഒരു കളറായിരുന്നു. ദ പാരറ്റ് വാസ് ഗ്രീൻ ലൈക്ക് ദ പാരറ്റ് ഷീ ഹാഡ് സീൻ ഇൻ ദ മാംഗോ ഓർച്ചർഡ്. അപ്പോൾ അവൾ കണ്ട അവിടെ ഒരു തത്ത ഉണ്ടായിരുന്നു, ഗ്രീൻ കളറിൽ, പച്ച കളറിലെ തത്ത എന്ന് പറയുന്നത് അവള് ആ ഒരു മാങ്ങ മരത്തിൽ കണ്ട ഒരു തത്തയെ പോലെ ഉണ്ടായിരുന്നു. ആൻഡ് ദ കൗ വാസ് ജസ്റ്റ് ലൈക്ക് ദിയർ ലക്ഷ്മി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പശു അവരുടെ ലക്ഷ്മി എന്ന് പറയുന്നത് അവരുടെ പശുവായിരുന്നു. അപ്പോൾ ആ ഒരു പശുവിനെ പോലെ ഉണ്ടായിരുന്നു. ആൻഡ് സഡൻലി ബോലി നോട്ടീസ് ദ ടീച്ചർ വാസ് സ്റ്റാൻഡിങ് ബൈ ഹെർ സൈഡ് സ്മൈലിംഗ് അറ്റ് ഹർ. അപ്പോൾ പെട്ടെന്ന് അവൾ എന്ത് ചെയ്തു, അവളുടെ ടീച്ചർ എന്ത് ചെയ്തു, അവളുടെ സൈഡ് വന്ന് നിന്നിട്ട് അവളോട് ചിരിക്കുന്നുണ്ടായിരുന്നു, സ്മൈൽ ചെയ്യുന്നുണ്ടായിരുന്നു. വാട്ട്സ് യുവർ നെയിം ലിറ്റിൽ വൺ. എന്താ കുട്ടി നിന്റെ പേരെന്ന് ടീച്ചർ സ്നേഹത്തോടെ ചോദിച്ചു.
ബോ 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 ഷീ കുഡ് സ്റ്റാമർ നോ ഫർദർ ദൻ ദാറ്റ്. അപ്പോൾ അവൾക്ക് വിക്കുണ്ടായത് കൊണ്ട് അവൾ ബോ 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 എന്ന രീതിയിൽ പറഞ്ഞു. അവൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ ഷീ ബിഗാൻ ടു ക്രൈ ആൻഡ് ടീയേഴ്സ് ഫ്ലോഡ് ഫ്രം ഹർ ഹൈസ് ഇൻ എ ഹെൽപ്ലെസ് ഫ്ലഡ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, അവൾക്ക് കരച്ചിൽ വന്നു, അവൾ കരഞ്ഞു, അവളുടെ കണ്ണിൽ നിന്ന് ഒരുപാട് കണ്ണീരൊക്കെ വന്നു. ഹെൽപ്ലെസ് ഫ്ലഡ് എന്ന് വെച്ചാൽ ആ ഒരു എന്താണ്, അവൾക്ക് സങ്കടം അടക്കി പിടിക്കാൻ കഴിയാതെ അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഷീ കെപ്റ്റ് ഹർ ഹെഡ് ഡൗൺ ആസ് ഷീ സാറ്റ് ഇൻ ഹർ കോർണർ. എന്നിട്ട് അവൾ തല താത്തിയിരുന്നിട്ട് ആ ഒരു കോർണറിലാണ് അവൾ ഇരുന്നിരുന്നത്. അവൾ തല താത്തി ഇരുന്നു. നോട്ട് ഡെയറിങ് ടു ലുക്ക് അപ്പ് അറ്റ് ദ ഗേൾസ് who she knew were still laughing at her. അപ്പോൾ എന്താണ്, അവള് മറ്റുള്ള പെൺകുട്ടികളുടെ മുഖത്ത് നോക്കാൻ അവൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ who she knew were still laughing at her. അപ്പോൾ എന്താണ്, എല്ലാവരും അവളെ നോക്കി ചിരിച്ചിരുന്നു. എന്നുവെച്ചാൽ എല്ലാവരും അവളെ കളിയാക്കിയ രീതിയിൽ, അവൾക്ക് അവളുടെ പേര് പറയാൻ പോലും സാധിക്കാത്തൊരു രീതിയിലായപ്പോൾ അവൾ എന്ത് ചെയ്തു, ഒരുപാട് കരഞ്ഞു. എന്നിട്ട് അവൾ തല താത്തി ഇരുന്നിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും അവളെ still laughing at her, അവളെ നോക്കി എല്ലാവരും ചിരിച്ചിരുന്നു, കളിയാക്കി ചിരിച്ചിരുന്നു. When the school bell rang, all the girls squared out of the classroom, but Bolly dared not leave her corner. Her head still lowered, she kept on sobbing. അപ്പോൾ എന്താണ്, ബെല്ലടിച്ച ശേഷം എല്ലാ കുട്ടികളും എന്ത് ചെയ്തു, ഓടി, ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടി. പക്ഷെ ബോലി മാത്രം ധൈര്യം കാണിച്ചില്ല. അവൾ എന്ത് ചെയ്തു, അവൾ ഇരുന്നിരുന്ന ആ ക്ലാസ് റൂമിൻ്റെ കോർണറിൽ, ആ ഒരു സൈഡിൽ, ആ ഒരു കോർണറിൽ നിന്ന് ആ ഒരു സൈഡിലായിട്ട് ഇരിക്കുന്ന ആ ഒരു കോർണറിൽ അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അവൾ തല താഴ്ത്തി തന്നെ ഇരുന്നു, അവൾ തല ഒന്നും ഉയർത്തില്ല. എന്നിട്ട് കരയാൻ തുടങ്ങി. ഷീ ഗെറ്റ് ഓൺ സോബിങ് എന്ന് വെച്ചാൽ കരയാൻ തുടങ്ങി. ബോലി, the teacher's voice was so soft and soothing. In all her life she had never been called like that. It touched her heart. അപ്പോൾ ബോളിന്ന് ടീച്ചർ സ്നേഹത്തോടെ ബോളിന്ന് വിളിച്ചു. അത് വല്ലാത്തൊരു എന്താണ്, മൃദുലമായ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു സോഫ്റ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ അവൾക്ക് സന്തോഷം തോന്നിപ്പിക്കുന്ന സൂത്തിങ് ആയിട്ടുള്ള നല്ലൊരു എന്താണ്, അവളെ ലൈഫിലും ഇതുവരെ അവളെ ആരും അങ്ങനെ വിളിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്കത് വല്ലാത്ത അവളുടെ ഹാർട്ടിലേക്ക് വല്ലാത്ത ടച്ച് ചെയ്തു. അവൾക്ക് നല്ലൊരു ഫീൽ ഉണ്ടായി. അവൾക്ക് ആദ്യമായിട്ടാണ് അവൾ ഇത്ര സ്നേഹത്തോടെ ഒരാൾ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലൊരു ഫീൽ ഉണ്ടായി. ഗെറ്റ് അപ്പ് സെഡ് ദ ടീച്ചർ, ഇറ്റ് വാസ് നോട്ട് എ കമാൻഡ് ബട്ട് ജസ്റ്റ് എ ഫ്രണ്ട്ലി സജഷൻ. ബോലി ഗോട്ട് അപ്പ്. എന്നിട്ട് പറഞ്ഞു, എഴുന്നേൽക്കൂ. ടീച്ചർ പറഞ്ഞു, എഴുന്നേൽക്കൂ, ഞാൻ നിന്നെ കമാൻഡ് ചെയ്യുന്നതല്ല, എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞിട്ട് നിന്നെ വിരട്ടുന്നതല്ല അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുന്നതല്ല, ഞാൻ നല്ലൊരു സ്നേഹത്തോടു കൂടി. ഇറ്റ് വാസ് നോട്ട് എ കമാൻഡ് ബട്ട് ജസ്റ്റ് എ ഫ്രണ്ട്ലി സജഷൻ. ബോലി ഗോട്ട് അപ്പ്. ഗെറ്റ് അപ്പ് സെഡ് ദ ടീച്ചർ. അപ്പോൾ ഇതെന്താണ്, ഇറ്റ് വാസ് നോട്ട് എ കമാൻഡ് ചെയ്തതല്ല, ടീച്ചർ നല്ല സ്നേഹത്തോടെ പറയാണ്, ഫ്രണ്ട്ലി ആയിട്ട് പറയാണ്, ഗെറ്റ് അപ്പ്, എഴുന്നേൽക്കുന്നു. ബോളി എഴുന്നേറ്റു. ഗോട്ട് അപ്പ്. നൗ ടെൽ മീ യുവർ നെയിം. എന്നിട്ട് പറഞ്ഞു, നിന്റെ പേരെന്താണെന്ന് പറയൂ. Sweat broke out over her whole body. Sweat broke out over her whole body. Would her stammering tongue again disgrace her? For the sake of this kind woman, however, she decided to make an effort. She had such a soothing voice, she would not laugh at her. അപ്പോൾ എന്താണ്, അവൾക്ക് ഈ ഒരു ടീച്ചർ വീണ്ടും പേര് ചോദിച്ചപ്പോൾ അവളുടെ ശരീരം മൊത്തം വിയർക്കാൻ തുടങ്ങി. Would her stammering tongue again disgrace her? അപ്പോൾ അവൾ വിക്ക് കാരണമാണ്, അവൾ ടെൻഷൻ അടിക്കുകയാണ്. വീണ്ടും ഞാൻ ആ ഒരു എൻ്റെ പേര് പറയുന്ന സമയത്ത് എനിക്ക് വിക്ക് വരുമല്ലോ എന്ന് വിചാരിച്ച് അവൾ ആകെ ടെൻഷനായി. അവൾക്ക് ആകെ ഒരു ഡിസപ്പോയിന്റഡ് ആയി. ഫോർ ദ സേക്ക് ഓഫ് ദിസ് കൈൻഡ് വുമൻ. പക്ഷെ ഈ ഒരു ടീച്ചർക്ക് വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്തു, എഫേർട്ട് എടുക്കാം എന്ന് തീരുമാനിച്ചു. അവൾ വിചാരിച്ചു, ഞാൻ ട്രൈ ചെയ്യാം, ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന രീതിയിൽ അവൾ ഷീ ഹാഡ് സച്ച് എ സൂത്തിങ് വോയിസ്. അവൾക്ക് ടീച്ചറെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ടീച്ചർ അത്ര നല്ലൊരു ടീച്ചറാണ്. അതെന്ന് വെച്ചാൽ അവളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് അത്രയും സോഫ്റ്റ് ആയിട്ട് അത്രയും നല്ലൊരു സ്നേഹത്തോടെ അവൾ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ടീച്ചർക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യാം, ശ്രമിക്കാം എന്ന രീതിയിൽ അവൾ ചിന്തിച്ചു. ഷീ വുഡ് നോട്ട് ലാഫ് അറ്റ് ഹർ. അപ്പോൾ ടീച്ചർ ഒരിക്കലും എന്നെ നോക്കി ചിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസം അവൾക്ക് ഉണ്ടായിരുന്നു. ബോ 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 ഷീ ബിഗാൻ ടു സ്റ്റാമർ. എന്നിട്ട് അവൾക്ക് വീണ്ടും വിക്ക് വന്നു. വെൽ ഡൺ ദ ടീച്ചർ എൻകറേജ്ഡ് ഹർ. കം ഓൺ നൗ ദ ഫുൾ നെയിം. അപ്പോൾ ടീച്ചർ പറഞ്ഞു, വെൽ ഡൺ നല്ല എന്നുവെച്ചാൽ ടീച്ചർ അഭിനന്ദിക്കുകയാണ്. വെൽഡൻ എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ടീച്ചർ എൻകറേജ് ചെയ്യാണ്. ടീച്ചർ കൂടുതൽ എന്ത് ചെയ്യാണ്, അവൾക്ക് ശ്രമിക്കാൻ വേണ്ടിയിട്ട് എൻകറേജ്മെന്റ് കൊടുക്കുകയാണ്, അവൾക്ക് ധൈര്യം കൊടുക്കുകയാണ്. കം ഓൺ നൗ ദ ഫുൾ നെയിം. ട്രൈ ചെയ്യും, ഫുൾ ആയിട്ടുള്ള പേര് വരട്ടെ എന്ന് വെച്ചാൽ ട്രൈ ചെയ്യും, നിന്നെ കൊണ്ട് സാധിക്കും എന്ന രീതിയിൽ ടീച്ചർ എൻകറേജ് ചെയ്യാണ്. ബോലി. At last she was able to say it and felt
റിലൈവ്ഡ് as if it was a great achievement. അവൾ എന്ത് ചെയ്തു, ഫൈനൽ എഴുതിയിട്ട് അവളെ പേര് കംപ്ലീറ്റ് ചെയ്തു. അവൾ ബോലി എന്ന് പറഞ്ഞു. അവൾ എന്ത് ചെയ്തു, അവളെന്തോ ഒരു ഗ്രേറ്റ് അച്ചീവ്, അവളെന്തോ നേടിയ പോലെ അവൾക്ക് വല്ലാത്ത സന്തോഷം അനുഭവപ്പെട്ടു. അവളെന്തോ നേടിയ ഒരു രീതിയിലുള്ള ഒരു ഫീൽ അവൾക്ക് ഉണ്ടായി. Well done. The teacher patted her affectionately and said, Put the fear out of your heart and you will be able to speak like everyone else. എന്നിട്ട് ടീച്ചർ അഭിനന്ദിച്ചു. വെൽ ഡൺ, നല്ല രീതിയിൽ പറഞ്ഞു. എന്നിട്ട് ടീച്ചർ എന്താണ് പാറ്റഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ തടവി. എന്നിട്ട് പറഞ്ഞു അഫെക്ഷനേറ്റ്ലി, വാത്സല്യത്തോടെ പറഞ്ഞു, നീ നിന്റെ പേടിയെ, പുട്ട് ദ ഫിയർ ഔട്ട് ഓഫ് യുവർ ഹെഡ്, നിന്റെ മനസ്സിൽ നിന്ന് നിന്റെ പേടിയെ നീ കളയണം. ആൻഡ് യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് ലൈക്ക് എവറി വൺ എൽസ്. അപ്പോൾ നീ മറ്റുള്ളവരെ പോലെ, മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ നിനക്കും സംസാരിക്കാൻ പറ്റും. നീ നിന്റെ മനസ്സിൽ നിന്ന് നിന്റെ ഭയത്തെ, നിന്റെ പേടിയെ മാറ്റണം, അതിനെ കളയണമെന്ന് ടീച്ചർ പറഞ്ഞു. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ ടീച്ചർ തടവിക്കൊണ്ട് ബോലിയോട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്, ബോലി ലുക്ക്ഡ് അപ്പ് as if to ask really. ബോലി ലുക്ക്ഡ് അപ്പ് as if to ask really. എന്നിട്ട് ബോലി എന്ത് ചെയ്തു, നോക്കിക്കൊണ്ട് ചോദിച്ചു, സത്യമാണോ? Yes, it will be very easy. You just come to school every day. Will you come? ബോലി nodded. No. Say it aloud. എന്നിട്ട് ടീച്ചർ ചോദിച്ചു, അതെ അത് എളുപ്പമാണ്. അപ്പം ഈ ബോലിക്ക് സന്തോഷമായി. എൻ്റെ ടീച്ചർ പറഞ്ഞത് എന്താണ്, നിനക്ക് എല്ലാവരെ പോലെ സംസാരിക്കാൻ സാധിക്കും. ആ ഒരു സമയത്ത് ബോലി എന്ത് ചോദിച്ചു, സത്യമാണോ, എനിക്ക് എല്ലാവരെ പോലെ സംസാരിക്കാൻ പറ്റൂ എന്ന രീതിയിൽ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, സത്യമായിട്ടും പറ്റും, അത് എളുപ്പമുള്ള കാര്യമാണ്, നീ എല്ലാ ദിവസവും സ്കൂളിൽ വരണം. യു ജസ്റ്റ് കം ടു സ്കൂൾ എവറി ഡേ. എല്ലാ ദിവസവും സ്കൂളിൽ വരണം. വിൽ യു കം, നീ വരുമോ? ബോലി നോഡഡ്. അപ്പോൾ അവൾ തല ജസ്റ്റ് ഇങ്ങനെ തലയാട്ടി. നോ, സേ ഇറ്റ് അലൗഡ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അല്ല, നീ പറയണം, നിന്റെ തലയിലുള്ള ആക്ഷൻ അല്ല, നീ പറയണം. എന്നിട്ട് യെസ്, അവൾക്ക് വിക്ക് വരുന്നുണ്ടായിരുന്നു, പക്ഷെ അവൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ബോലി ഹെർസെൽഫ് വാസ് അസ്റ്റോണിഷ്ഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ ഏബിൾ ടു സേ ഇറ്റ്. അപ്പോൾ അവൾക്ക് എന്ത് ചെയ്തു, ആസ്റ്റോണിഷ്, അവൾക്ക് സന്തോഷം തോന്നി. എന്ത് ചെയ്തു, അവൾക്ക് എന്ത് തോന്നി, അവൾക്ക് എല്ലാം സംസാരിക്കാൻ പറ്റൂ എന്ന രീതിയിൽ, അവളെ കൊണ്ട് സാധിക്കും എന്ന രീതിയിൽ അവൾക്ക് തോന്നി. Didn't I tell you? Now take this book. Didn't I tell you? ഞാൻ നിന്നോട് പറയാൻ വിട്ടു, നീ ബുക്ക് എടുത്തോ. Now take this book. The book was full of nice pictures and the pictures were in color. Dog, cat, goat, horse, parrot, tiger and a cow just like Lakshmi. And with every picture was a word in a big black letters. അപ്പോൾ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഫുള്ള് പിക്ചേഴ്സ് ആയിരുന്നു. ഇതിൽ ഫുള്ള് മൊത്തത്തിൽ നല്ല പിക്ചേഴ്സ് ആയിരുന്നു. ഈ പിക്ചേഴ്സൊക്കെ നല്ല കളറൊക്കെ കൊടുത്തതായിരുന്നു. പിക്ചേഴ്സ് വെരി ഇൻ കളർ, നല്ല വർണ്ണങ്ങളിലുള്ള പിക്ചേഴ്സ് ആയിരുന്നു, നല്ല നിറങ്ങളിലുള്ള പിക്ചേഴ്സ് ആയിരുന്നു. ഡോഗ്, നായ, അതുപോലെ തന്നെ കാറ്റ്, പൂച്ച, ഗോട്ട്, ആട്, ഹോർസ്, കുതിര, പാരറ്റ്, തത്ത, ടൈഗർ, കടുവ, ആൻഡ് എ കൗ, പശു, ജസ്റ്റ് ലൈക്ക് ലക്ഷ്മി, പശു ലക്ഷ്മിയെ പോലെ. ഓക്കെ, ആൻഡ് വിത്ത് എവറി പിക്ചർ വാസ് എ വേർഡ് ഇൻ ബിഗ് ബ്ലാക്ക് ലെറ്റേഴ്സ്. അപ്പോൾ എല്ലാ പിക്ചറിലും എന്തുണ്ടായിരുന്നു, ഒരു വേർഡ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുള്ള വേർഡ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, in 1 month you will be able to read this book, then I will give you a bigger book, then a still bigger one. അപ്പോൾ ടീച്ചർ പറഞ്ഞു, 1 മാസം കൊണ്ട് നിനക്ക് ഈ ബുക്ക് വായിക്കാൻ പറ്റും, അതിനുശേഷം ഞാൻ നിനക്ക് വലിയ ബുക്ക് തരാം, എ സ്റ്റിൽ ബിഗർ വൺ, ഇതിനാട്ടിയും വലിയൊരു ബുക്ക് ഞാൻ നിനക്ക് തരാം. ഇൻ ടൈം യു വിൽ ബി മോർ ലേൺ ദാൻ എനി വൺ ഹെൽസ് ഇൻ ദ വില്ലേജ്. അപ്പോൾ നീ കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യും, വില്ലേജിലുള്ള, ഗ്രാമത്തിലുള്ള എല്ലാവരേക്കാളും നീ നല്ല രീതിയിൽ എല്ലാം പെട്ടെന്ന് തന്നെ നീ പഠിക്കുമെന്ന് ടീച്ചർ പറഞ്ഞു. Then no one will ever be able to laugh at you. പിന്നീട് ഒരിക്കലും ഒരാളും നിന്നെ നോക്കി ചിരിക്കില്ല എന്ന് ടീച്ചർ പറഞ്ഞു. People will listen to you, will respect and you will be able to speak without the slightest stammer. Understand? Now go home and come back early tomorrow morning. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നിന്നെ നോക്കി ആരും ചിരിക്കില്ല, നിന്നെ ആരും കളിയാക്കില്ല, എല്ലാവരും നിന്നെ ലിസൺ ചെയ്യും, എല്ലാവരും നിന്നെ കേൾക്കും, നിന്നെ ബഹുമാനിക്കും. Will respect and you will be able to speak. നിനക്ക് സംസാരിക്കാൻ സാധിക്കും. സ്ലൈറ്റസ്റ്റ് സ്റ്റാമർ, നിനക്ക് ഒരു ചെറിയ രീതിയിലുള്ള പോലും വിക്കൊന്നും ഇല്ലാതെ നീ നല്ല രീതിയിൽ സംസാരിക്കും, എല്ലാവരും നിന്നെ ബഹുമാനിക്കും, എല്ലാവരും നിന്നെ കേൾക്കും. ഒക്കെ ടീച്ചർ കോൺഫിഡൻസ് കൊടുക്കുകയാണ് ഈ കുട്ടിക്ക്. അണ്ടർസ്റ്റാൻഡ്, മനസ്സിലായോ? നൗ ഗോ ഹോം, നീ വീട്ടിലോട്ട് പോയിക്കോ. ആൻഡ് കം ബാക്ക് ഏർലി ടുമാറോ മോർണിംഗ്, നാളെ രാവിലെ നീ സ്കൂളിലോട്ട് വായിപ്പോൾ നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് ടീച്ചർ പറഞ്ഞു. Boli felt as if suddenly all the bells in the village temple were ringing and the trees in front of the schoolhouse and blossomed into big red flowers.
Her heart was throbbing with a new hope and a new life. Thus the years passed. അപ്പോൾ ബോലിക്ക് എന്ത് ചെയ്തു, ബോലിക്ക് പെട്ടെന്ന് എന്ത് ചെയ്തു, ബെൽസ് ഇൻ ദ വില്ലേജ് ടെമ്പിൾ, ആ ഒരു ഗ്രാമത്തിലുണ്ടായിരുന്ന അമ്പലത്തിൽ നിന്ന് എന്ത് ചെയ്തു, ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടു. ആൻഡ് ദ ട്രീസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്കൂൾ ഹൗസ് ആൻഡ് ബ്ലോസംഡ് ഇൻ ടു ബിഗ് റെഡ് ഫ്ലവേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു സ്കൂളിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു വലിയ ഫ്ലവർ, റെഡ് കളറിലുള്ള ഫ്ലവർ എന്ത് ചെയ്തു, ബ്ലോസംഡ് എന്ന് വെച്ചാൽ വിരിഞ്ഞ് കണ്ടു. ഹെർ ഹേർട്ട് വാസ് ത്രോബിങ് വിത്ത് എ ന്യൂ ഹോപ്പ് ആൻഡ് എ ന്യൂ ലൈഫ്. അതൊക്കെ കണ്ടിട്ട് അവൾക്ക്, ആ ഒരു ഫ്ലവറിനെ കണ്ടിട്ട് അവൾക്ക് എന്ത് തോന്നി, അവളുടെ ഹേർട്ടിലേക്ക് ഒരു ഫീലിംഗ് ഉണ്ടായി, ത്രോബിങ് വിത്ത് എ ന്യൂ ഹോപ്പ്. അവൾക്ക് പുതിയൊരു വിശ്വാസം, പുതിയൊരു ലൈഫ് അവൾക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം അവളുടെ മനസ്സിലുണ്ടായി. Thus the years passed. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഓക്കെ, അപ്പോൾ സെക്ഷൻ 2 ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി സെക്ഷൻ 3 പോവാം. Section 3. You have read that the simple little girl Boli, who had deep pock marks, was regarded as a backward child. അപ്പോൾ നമ്മൾ ഇതുവരെ വായിച്ചത് എന്താണ്, ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാവം ചെറിയൊരു കുട്ടി ബോളിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അവളുടെ ഫേസിലൊക്കെ ഒരുപാട് മാർക്സ് ഉണ്ടായിരുന്നു. ഡീപ്പ് പോക്ക് മാർക്സ് വാസ് റിഗാർഡഡ് ആസ് എ. അപ്പോൾ ഡീപ്പ് പോക്ക് മാർക്സ് വാസ് റിഗാർഡഡ് ആസ് എന്ന് പറയുന്നത് അവളുടെ എന്താണ്, അവളുടെ ആ മാർക്സ് എല്ലാം എന്ത് ചെയ്തു, അവളെ ബാക്ക്വേർഡ് ചൈൽഡ് ആക്കിയിട്ട്, അവളുടെ എന്താണ്, അവളുടെ പാരൻസ് തന്നെ അവളെ എന്ത് ചെയ്തു, മറ്റു കുട്ടികളിൽ നിന്ന്, അവരുടെ സ്വന്തം മറ്റു കുട്ടികളിൽ നിന്ന് എന്ത് ചെയ്തു, അവളെ വേറെ ആയി കണ്ടു, ബാക്ക്വേർഡ് ആയിട്ട് കണ്ടു. മറ്റു 3 പെൺകുട്ടികളെ എന്ത് ചെയ്തു, നല്ല രീതിയിൽ കണ്ടു. ഇവളെ മാത്രം എന്ത് ചെയ്തു, ഇവൾക്ക് മാത്രം നല്ല രീതിയിലുള്ള വസ്ത്രങ്ങളൊന്നും കൊടുക്കാതെ ഇവളെ ബാക്ക്വേർഡ് ചൈൽഡ് ആയിട്ട് കണ്ടു. അവർ ഫാദർ സെൻഡ് ഹെർ ടു സ്കൂൾ വെയർ ഷി സാറ്റ് ഇൻ എ കോർണർ ആൻഡ് ലുക്ക്ഡ് അറൗണ്ട് വിത്ത് ഫിയർ. അപ്പോൾ ഇവളുടെ അച്ഛനും എന്ത് ചെയ്തു, സ്കൂളിലേക്ക് ഇവളെ വിട്ടു. എന്നിട്ട് എവിടെയായിരുന്നു ഇവൾ ഇരുന്നിരുന്നത്, ഇവള് കോർണറിൽ ഒരു ബാക്ക് സൈഡിലായിട്ട് പേടിച്ചാണ് അവള് ഒരു സ്കൂളിൽ ചെന്നിരുന്നത്. ദ ടീച്ചർ ട്രൈ ടു എൻകറേജ് ഹെർ ടു സ്പീക്ക്. അപ്പോൾ ടീച്ചറാണ് അവളെ എന്ത് ചെയ്തത്, എൻകറേജ്, അവൾക്ക് ധൈര്യം പകർന്നത്, അവൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ധൈര്യം പകർന്നത്. ഓവർ ദ ഇയേഴ്സ് ബോളി ഹാഡ് ലേൺഡ് എ ലോട്ട് ആൻഡ് ഓൾസോ ഗെയിൻഡ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ബോലി എന്ത് ചെയ്തു, ബോലി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ അവൾക്ക് ഒരുപാട് ആത്മവിശ്വാസം, അവൾക്ക് കോൺഫിഡൻസ് കിട്ടി. Read the unit 3 to find out how Boli showed her confidence and decision making faculty. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു തേർഡ് സെക്ഷൻ വായിച്ചിട്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് ബോലിക്ക് ആത്മവിശ്വാസം ഉണ്ടായത്, കോൺഫിഡൻസ് കിട്ടിയത്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഫാക്കൽറ്റി, എങ്ങനെയാണ് അവൾ ഡിസിഷൻ എടുത്തത്. The village became a small town. The little primary school became a high school. There were now a cinema under a tin shed and a cotton ginning mill. The mail train began to stop at their railway station. അപ്പോൾ ആ ഒരു ചെറിയ ഗ്രാമം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചെറിയൊരു ടൗണായി മാറി. ആ ഒരു ലിറ്റിൽ പ്രൈമറി സ്കൂൾ, ആ ചെറിയൊരു പ്രൈമറി സ്കൂൾ ഇപ്പം എന്തായി മാറി, ഒരു ഹൈസ്കൂൾ, ഒരു വലിയ സ്കൂളായി മാറി, ഹൈസ്കൂളായി മാറി. ദർ വാസ് നൗ എ സിനിമ അണ്ടർ എ ടിൻ ഷെഡ്. അപ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു, ഒരു സിനിമ വന്നു. സിനിമ അണ്ടർ എ ടിൻ ഷെഡ് എന്ന് വെച്ചാൽ ഒരു ടിന്ന് കൊണ്ടുണ്ടാക്കിയ ഒരു ഷെഡിൽ അവിടെ ഒരു സിനിമ. ആൻഡ് എ കോട്ടൺ ഗൈനിങ് മിൽ എന്ന് വെച്ചാൽ ഇതൊരു ആ ഒരു ഗ്രാമത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പോൾ ആ ഒരു ഗ്രാമം എന്ന് പറയുന്നത് ഒരു പട്ടണമായി മാറി. അപ്പോൾ ആ പട്ടണത്തിലുള്ള മാറ്റങ്ങൾ, പട്ടണത്തിൽ എന്തൊക്കെ വന്നു, ഒരു സിനിമ വന്നു, അതുപോലെ തന്നെ കോട്ടൺ ഗിന്നിങ് മില്ല് വന്നു, അതുപോലെ തന്നെ മിൽ ട്രെയിൻ ബിഗാൻ ടു സ്റ്റോപ്പ് അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു, ആ ഒരു റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു ട്രെയിനും അവിടെ സ്റ്റാർട്ട് ചെയ്തു. ബിഗാൻ ടു സ്റ്റോപ്പ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവരുടെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഇതൊരു ഡെവലപ്മെൻ്റ് ആണ്. ചെറിയൊരു വില്ലേജ്, ചെറിയൊരു ഗ്രാമമായിരുന്നു, ഇപ്പോൾ അതൊരു ടൗൺ ആയപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ. One night after dinner, Ramlal said to his wife, "Then shall I expect Bishamber's proposal?" അപ്പോൾ ഒരു രാത്രി ആഫ്റ്റർ ഡിന്നർ, രാത്രിയിലെ ഭക്ഷണം അത്താഴം കഴിച്ചതിന് ശേഷം രാംലാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ബിഷാംപേഴ്സ് പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തോട്ടെ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്, ആ ഒരു പ്രൊപ്പോസൽ സ്വീകരിച്ചോട്ടെ എന്ന് ചോദിച്ചു വൈഫിനോട്. യെസ് സെർട്ടൻലി ഹിസ് വൈഫ് സെഡ്. ശരി. അപ്പോൾ എന്ത് പറഞ്ഞു, തീർച്ചയായും. ഭാര്യ പറഞ്ഞു, തീർച്ചയായും നമുക്ക് ഓക്കെ പറയാം, എന്ന് വെച്ചാൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാമെന്ന്.
ബോലി വിൽ ബി ലക്കി ടു ഗെറ്റ് സച്ച് എ വെൽ ടു ഡു ബ്രൈഡ് ഗ്രൂം. അപ്പോൾ ബോലി എന്താണ് ഭാഗ്യം ചെയ്തവളാണ് ഇത്രയും നല്ലൊരു പയ്യനെ കിട്ടുക എന്നത്. എ ബിഗ് ഷോപ്പ്, എ ഹൗസ് ഓഫ് ഹിസ് ഓൺ ആൻഡ് ഐ ഹിയർ സെവറൽ തൗസൻഡ് ഇൻ ദ ബാങ്ക്. മോറോവർ ഹി ഈസ് നോട്ട് ആസ്കിങ് ഫോർ എനി ഡൗറി. വലിയ ഷോപ്പ്, അതുപോലെ തന്നെ എ ഹൗസ് ഓഫ് ഹിസ് ഓൺ, സ്വന്തമായിട്ട് അവന് വീടുണ്ട്. അതുപോലെ തന്നെ ഐ ഹിയർ സെവറൽ തൗസൻഡ് ഇൻ ദ ബാങ്ക്. അപ്പോൾ ഒരുപാട് ബാങ്കും ഒക്കെ ഉള്ള ഒരു നല്ലൊരു ചെറുപ്പക്കാരനാണ് ഇവള് ഭാഗ്യം ചെയ്തവളാണെന്നൊക്കെ പറഞ്ഞു. മോറോവർ ഹി ഈസ് നോട്ട് ആസ്കിങ് ഫോർ എനി ഡൗറി. അതുമാത്രമല്ല സ്ത്രീധനമായിട്ടൊന്നും ചോദിക്കുന്നു ഇല്ല എന്ന് പറഞ്ഞു. ദാറ്റ്സ് റൈറ്റ് ബട്ട് ഹി ഈസ് നോട്ട് സോ യങ് യു നോ. അത് ശരിയാണ്, പക്ഷേ അവന് അത്ര ചെറുപ്പക്കാരനല്ല എന്ന് പറഞ്ഞു. അപ്പം എന്തായിരുന്നു അച്ഛൻ പറഞ്ഞു, ഇവന് ചെറുപ്പക്കാരനൊന്നും അല്ല, ഇവന് എൻ്റെ വയസ്സ് വരും. അതുപോലെ തന്നെ ലിംസ് എന്ന് വെച്ചാൽ കൈകാലുകൾ തകർന്ന അങ്ങനത്തെ എന്തോ എന്ന് വെച്ചാൽ വൈകല്യമുള്ള ഒരാളാണ് ഈ ബിഷാംബർ എന്ന് പറയുന്നത്. മോറോവർ ദ ചിൽഡ്രൻ ഫ്രം ഹിസ് ഫസ്റ്റ് വൈഫ് ഹാവ് ക്വൈറ്റ് ഗ്രോൺ അപ്പ്. അപ്പോൾ ഇദ്ദേഹം സെക്കൻഡ് മാരേജ് ആണ്, അതുകൊണ്ട് തന്നെ ആദ്യത്തെ വൈഫിൽ ഉണ്ടായ കുട്ടികളൊക്കെ വലുതായി. സോ വാട്ട് ഡസ് ഇറ്റ് മാറ്റർ, ഹിസ് വൈഫ് റിപ്ലൈഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിച്ചു, അതെന്താണ് അത്ര വലിയ പ്രശ്നം, അല്ലെങ്കിൽ അതൊരു പ്രശ്നമല്ലെന്ന രീതിയിൽ അവർ സംസാരിച്ചു. 45 or 50, 45 അല്ലെങ്കിൽ 50, ഇറ്റ്സ് നോട്ട് ഗ്രേറ്റ് ഏജ്. അത് വലിയ ഗ്രേറ്റ് ഏജ് അല്ല ഫോർ എ മാൻ. ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വയസ്സൊന്നും അല്ല. വി ആർ ലക്കി ദാറ്റ് ഹീസ് ഈസ് ഫ്രം അനദർ വില്ലേജ് ആൻഡ് ഡസ് നോട്ട് നോ അബൌട്ട് ഹെർ പോക്ക് മാർക്സ് ആൻഡ് ഹെർ ലാക്ക് ഓഫ് സെൻസ്. അപ്പോൾ നമ്മുടെ ഭാഗ്യം കൊണ്ട് എന്താണ്, നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. ഈയൊരു പ്രൊപ്പോസൽ, ഈയൊരു ചെറുക്കൻ എന്ന് പറയുന്നത് അടുത്ത വില്ലേജ്, അടുത്ത ഗ്രാമത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈയൊരു പോക്ക് മാർക്സിനെ കുറിച്ച്, മുഖത്തുണ്ട് ആ പോക്ക് മാർക്സിനെ കുറിച്ചും അതുപോലെ തന്നെ അവളുടെ ബുദ്ധിയില്ലായ്മയെ കുറിച്ചും ഇദ്ദേഹത്തിന് അറിയില്ല, അടുത്ത ഗ്രാമത്തിലായതുകൊണ്ട് തന്നെ. ഇഫ് യു ഡോണ്ട് ആക്സെപ്റ്റ് ദിസ് പ്രൊപ്പോസൽ ഷീ മേ റിമെയിൻ അൺമാരിഡ് ഓൾ ഹെർ ലൈഫ്. നമ്മൾ ഈ ഒരു പ്രൊപ്പോസൽ ഇപ്പോൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും അവളുടെ ലൈഫിൽ അവൾ മാരി ചെയ്യാനുണ്ടാവില്ല, അവൾ ഇങ്ങനെ തന്നെ നിൽക്കും. യെസ് ബട്ട് ഐ വണ്ടർ വാട്ട് ബോളി വിൽ സേ. ശരിയാണ്, പക്ഷേ എനിക്ക് പേടിയാവുന്നത്, അല്ലെങ്കിൽ എന്താണ് ബോലി എന്ത് പറയുന്നുള്ളൊരു ടെൻഷനിലാണ് അച്ഛന്. വാട്ട് വിൽ ദാറ്റ് വിറ്റ്ലെസ് വൺ സേ, ഷീ ഈസ് ലൈക്ക് എ ഡം കൗ. അപ്പോൾ ആ ഒരു വിറ്റ്ലെസ് എന്ന് വെച്ചാൽ അവർ കാണുന്നത് ആ ഒരു രീതിയിലാണ്, ആ ഒരു ബുദ്ധിയില്ലാത്ത ആ ഒരു ചിന്ത എന്ത് പറയാനാ, അല്ലെങ്കിൽ അതൊരു ഡം കൗ ആണ്, ഒരു പശുവിൻ്റെ രീതിയിലാണ് ആ ഒരു ബോലിയെ കാണുന്നത് അവർ. മേ ബി യു ആർ റൈറ്റ് മട്ടേഡ് രാംലാൽ. എന്ന് വെച്ചാൽ നീ പറയുന്നത് ശരിയായിരിക്കാം എന്ന് രാംലാൽ പറഞ്ഞു. അവൾക്കൊന്നും അറിയില്ല, അവളൊരു പശുവിനെ പോലെയാണ്, അവൾ സംസാരിക്കാത്തൊരു പശുവിനെ പോലെയാണെന്നൊക്കെ പറഞ്ഞു അമ്മ. അപ്പോൾ രാംലാൽ പറഞ്ഞു, നീ പറയുന്നത് ശരിയായിരിക്കാം. In the other corner of the courtyard, Boli lay awake on her cot, listening to her parents' whispered conversation. അപ്പോൾ അപ്പുറത്തെ കോർട്ട്യാർഡിൽ അവളുടെ ഈ ബോലി എന്ത് ചെയ്തിരുന്നു, അവളുടെ ബെഡിൽ ഉറങ്ങാതെ ഇരുന്നിരുന്നു. ഇവർ സംസാരിച്ചതൊക്കെ അവൾ കേട്ടിരുന്നു. Bishambar Nath was a well-to-do grocer. He came with a big party of friends and relations with him for the wedding. അപ്പോൾ ബിഷാംബർ നാഥ് വെൽ-ടു-ഡു ഗ്രോസർ എന്ന് വെച്ചാൽ ഇദ്ദേഹം വലിയൊരു പണക്കാരനായിരുന്നു. ഇവന് വലിയൊരു പാർട്ടിക്ക് ഇവൻ്റെ ഫ്രണ്ട്സും കുടുംബക്കാരുമായിട്ട് കല്യാണത്തിന് വലിയ പാർട്ടി ആയിട്ട് ഇവൻ്റെ സുഹൃത്തുക്കളോടൊപ്പം അവൻ്റെ കുടുംബത്തോടൊപ്പം കല്യാണത്തിന് വന്നു. എ ബ്രാസ് ബാൻഡ് പ്ലേയിങ് ഇൻ എ പോപ്പുലർ ട്യൂൺ ഫ്രം ആൻ ഇന്ത്യൻ ഫിലിം ഹെഡഡ് ദ പ്രൊസഷൻ വിത്ത് ദ ബ്രൈഡ് ഗ്രൂം റൈഡിങ് എ ഡക്കർ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, ബിഷാംബർ നാഥ് വാസ് എ വെൽ ടു ഡു ഗ്രോസർ. അപ്പോൾ ഇദ്ദേഹം നല്ലൊരു വെൽ ടു ഡു ഗ്രോസർ എന്ന് വെച്ചാൽ വലിയൊരു പണക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഹി കെയിം വിത്ത് എ ബിഗ് പാർട്ടി ഓഫ് ഫ്രണ്ട്സ് ആൻഡ് റിലേഷൻസ് വിത്ത് ഹിം ഫോർ ദ വെഡിങ്. അപ്പോൾ കല്യാണത്തിന് ഇദ്ദേഹം വലിയൊരു പാർട്ടി ആയിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം നല്ലൊരു ആഡംബരത്തോടെയാണ് അദ്ദേഹം കല്യാണത്തിന് വന്നത്. അദ്ദേഹത്തിൻ്റെ കല്യാണം A brass band playing a popular tune from an Indian film headed the procession. അപ്പോൾ ഒരു ചണ്ടമേളം, ഒരു പാട്ടൊക്കെ ആയിട്ട് ബഹളത്തോടു കൂടി വലിയൊരു ആഡംബരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇദ്ദേഹം വന്നത്. വിത്ത് ബ്രൈഡ് ഗ്രൂം റൈഡിങ് എ ഡെക്കറേറ്റഡ് ഹോഴ്സ്. അപ്പോൾ ഇദ്ദേഹം വന്ന ആ ഒരു കുതിര എന്ന് പറയുന്നത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് വളരെ ഭംഗിയുള്ളതായിരുന്നു. രാംലാൽ വാസ് ഓവർ ജോയ് ടു സീ സച്ച് പോംപ് ആൻഡ് സ്പ്ലെൻഡർ. അപ്പോൾ ഈ ഒരു ആഡംബരം കണ്ടിട്ട് രാംലാലിന്
ബോലിയുടെ അച്ഛന് വളരെ സന്തോഷം തോന്നി. ഈ ഹാഡ് നെവർ ഡ്രീം ദാറ്റ് ഹിസ് ഫോർത്ത് ഡോട്ടർ വുഡ് ഹാവ് സച്ച് എ ഗ്രാൻഡ് വെഡിങ്. അപ്പോൾ ഇദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അദ്ദേഹത്തിൻ്റെ 4ാമത്തെ മകൾക്ക് ഈ ഒരു ഭാഗ്യം ലഭിക്കുമെന്ന്. ഇത്രയും ആഡംബരമായിട്ടുള്ള കല്യാണമായിരിക്കും ബോലിയുടേന്ന് ഇദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ബോലിസ് എൽഡർ സിസ്റ്റേഴ്സ് who had come for the occasion were envious of her luck. അപ്പോൾ ബോലിയുടെ സിസ്റ്റേഴ്സ് അവളുടെ ചേച്ചിമാർക്കൊക്കെ ഇത് കണ്ടിട്ട് അസൂയ തോന്നി. ബോലിയുടെ ഈ ഒരു ഭാഗ്യം കണ്ടിട്ട് അവർക്ക് അസൂയ തോന്നി. When the auspicious moment came, the priest said, "Bring the bride." അപ്പോൾ ഈ ഒരു മുഹൂർത്തത്തിന് സമയമായപ്പോൾ അവിടുത്തെ പൂജാരി പറഞ്ഞു വധുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ബോലി clad in red silken bridal dress has led to the bride's place near the sacred fire. അപ്പോൾ ബോലി ധരിച്ചിരുന്ന വസ്ത്രം എന്ന് പറയുന്നത് റെഡ് കളറുള്ള ചുവന്ന കളറായിട്ടുള്ള ആ ഒരു ബ്രൈഡൽ ഡ്രസ്സ്, സിൽക്കന് വളരെ മനോഹരമായ ചുവന്ന കളറിലുള്ള ഡ്രസ്സാണ് ബോലി ധരിച്ചത്. വാസ് ലെറ്റ് ദ ബ്രൈഡ്സ് പ്ലേസ് നിയർ ദ സാക്രഡ് ഫയർ. ആ ഒരു അഗ്നി കൂമ്പാരം എന്ന് വെച്ചാൽ ഒരു അഗ്നി വെക്കുന്ന ആ ഒരു സ്ഥലത്താണ് ആരിരുന്നത്, ബോലി ബ്രൈഡ് വധു ഇരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഗാർലാൻഡ് ദ ബ്രൈഡ് വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് പ്രോംപ്റ്റഡ് ബിഷാംബർനാഥ്. അപ്പോൾ ബിഷാംബർനാഥിനോട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഗാർലാൻഡ് ദ ബ്രൈഡ് എന്ന് വെച്ചാൽ ആ മാല ഇടൂ എന്ന് പറഞ്ഞു. ദ ബ്രൈഡ് റൂം ലിഫ്റ്റഡ് ദ ഗാർലാൻഡ് ഓഫ് യെല്ലോ മേരിഗോൾഡ്സ്. അപ്പോൾ ബ്രൈഡ് റൂം എന്ത് ചെയ്തു, ആ ഒരു ഗാർലാൻഡ്, ആ ഒരു പൂമാല അതെടുത്തു. എ വുമൻ സ്ലിപ്പ് ബാക്ക് ദ സിൽക്കൻ വീൽ ഫ്രം ദ ബ്രൈഡ്സ് ഫേസ്. എന്നിട്ട് ഈ ഒരു വധു എന്ന് പറയുന്നത് മുഖമൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്കാർഫിൽ, അതിൽ കവർ ചെയ്തിട്ടുണ്ട്. ആ മുഖം എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ എന്ത് ചെയ്തു, ആ ഒരു മുഖം ഓപ്പൺ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ആ മുഖം കവർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്കാർഫ് അത് ആ മുഖത്ത് നിന്ന് മാറ്റി. ബിഷാംബർ ടുക്ക് എ ക്വിക്ക് ഗ്ലാൻസ്. ബിഷാംബർ എന്ത് ചെയ്തു, പെട്ടെന്ന് അങ്ങോട്ട് നോക്കി, മുഖത്തേക്ക് നോക്കി ബോലിയുടെ. ദ ഗാർലൻഡ് റിമെയിൻ പോയ്സൺഡ് ഇൻ ഹിസ് ഹാൻഡ്സ്. അപ്പോൾ ആ ഒരു ഗാർലൻഡ് എന്ത് ചെയ്തു, അവൻ്റെ കയ്യിൽ തന്നെ ഇരുന്നു. ദ ബ്രൈഡ് സ്ലോലി പുൾ ഡൗൺ ദ വെയിൽ ഓവർ ഹർ ഫേസ്. അപ്പോൾ എന്ത് ചെയ്തു, ബ്രൈഡ് വധു എന്ത് ചെയ്തു, ഫുള്ളായിട്ട് ആ ഒരു ഫേസിൽ നിന്ന് അതെടുത്തു മാറ്റി. ഹാവ് യു സീൻ ഹർ സെഡ് ബിഷാംബർ ടു ദ ഫ്രണ്ട് നെക്സ്റ്റ് ടു ഹിം, ഷീ ഹാസ് പോക്ക് മാർക്സ് ഓൺ ഹർ ഫേസ്. അപ്പോൾ ബിഷാംബർ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, എന്ത് പറഞ്ഞു, നീ അവളെ കണ്ടിട്ടുണ്ടോ, അവളുടെ മുഖത്ത് ഫുള്ള് പാടുകളാണ്, ഒരുപാട് പാടുകളുണ്ട് അവളുടെ മുഖത്ത്. സോ വാട്ട്, യു ആർ നോട്ട് എൻഗേജ്. അപ്പം എന്ത് പറഞ്ഞു, അതിനെന്താ, നീ അത്രയ്ക്ക് ചെറുപ്പക്കാരനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. മേ ബി, ബട്ട് ഇഫ് ഐ ആം ടു മാരി ഹർ ഫാദർ മസ്റ്റ് ഗിവ് മീ 5,000 rupees. ആയിരിക്കാം, പക്ഷേ ഞാൻ ഇവളെ കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് 5,000 rupees, ഇവളുടെ അച്ഛന് 5,000 rupees തന്നേ പറ്റൂ. 5,000 രൂപ എനിക്ക് കിട്ടിയാലേ ഞാൻ ഈ ബോലിയെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. രാംലാൽ വെന്റ് and placed his turban, his honor, at Bishamber's feet. അദ്ദേഹം എന്ത് ചെയ്തു, placed his turban, രാംലാൽ ഉണ്ടായിരുന്ന ആ ഒരു ടെർബൻ എടുത്ത് വെച്ചിട്ട് ഹിസ് ഹോണർ ബിഷാംബസ് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണിട്ട് പറഞ്ഞു, ഡു നോട്ട് ഹ്യൂമിലിയേറ്റ് മീ, സോ ടേക്ക് 2,000 rupees. എന്നെ എന്ത് ചെയ്യരുത്, നാണം കെടുത്തരുത്, ഈ 2,000 രൂപ എടുത്തോന്ന്. അപ്പോൾ നോ 5,000 ഓർ വി ഗോ ബാക്ക്, കീപ് യുവർ ഡോട്ടർ. ഇല്ല, 5,000 തന്നാലേ എന്ത് ചെയ്യും, കല്യാണം കഴിക്കും, ഇല്ലെങ്കിൽ നിങ്ങളുടെ മകള് ഇങ്ങനെ തന്നെ ഇരിക്കും, ഞങ്ങൾ പോവും എന്ന് വെച്ചാൽ എനിക്ക് 5,000 കിട്ടി, എനിക്ക് 5,000 രൂപ തന്നാൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ പോകും, നിങ്ങളുടെ മകൾ നിങ്ങളെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിക്കില്ല. ബി എ ലിറ്റിൽ കൺസിഡറേറ്റ് പ്ലീസ്, ഇഫ് യു ഗോ ബാക്ക് ഐ ക്യാൻ നെവർ ഷോ മൈ ഫേസ് ഇൻ ദ വില്ലേജ്. ഇച്ചിരി എന്താണ് കൺസിഡറേറ്റ്, ദയവ് ചെയ്ത് നാണം കെടുത്തരുത്, നിങ്ങൾ പോയാൽ എനിക്ക് എൻ്റെ ഗ്രാമത്തിൽ എനിക്ക് തല ഉയർത്തി നിൽക്കാൻ സാധിക്കില്ല, എനിക്ക് ആരെ മുഖത്ത് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ദെൻ ഔട്ട് വിത്ത് 5,000, അന്നെങ്കിൽ എനിക്ക് 5,000 രൂപ കൊണ്ട് തന്നാൽ കല്യാണം കഴിക്കാം. Tears streaming down his face, Ramlal went in, opened the safe and counted out the notes. He placed the bundle at the bridegroom's face. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഇദ്ദേഹം കരയാണ്, ഇദ്ദേഹത്തിന് ടീയേഴ്സ്, അദ്ദേഹത്തിൻ്റെ ഫേസിലൂടെ ഒരു കണ്ണുനീരൊക്കെ വന്നു, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സങ്കടമായി. എന്നിട്ട് എന്ത് ചെയ്തു, ഇദ്ദേഹം പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഷെൽഫിൽ നിന്ന് ക്യാഷൊക്കെ പെറുക്കി അങ്ങോട്ട് എല്ലാം കൂടി പെറുക്കി കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കാലിൽ വെച്ചു. Bridegroom's feet. On Bishamber's greedy face appeared a triumphant smile. He had gambled and won. Give me the garland, he announced. ഈ ഒരു ബിഷാംബർ എന്ന് പറയുന്നത് അത്യാഗ്രഹമുള്ള ഒരാളായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മുഖത്തൊരു സന്തോഷത്തിൻ്റെ ഒരു പുഞ്ചിരി നിറഞ്ഞു. അതുപോലെ തന്നെ ഇദ്ദേഹം എന്തോ നേടിയതുപോലെ ഇദ്ദേഹം സന്തോഷിച്ചു. ഓക്കെ, അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ആ ഗാർലൻഡ്, ആ ഒരു
മാല തരൂ എന്ന് പറഞ്ഞു. Once again the veil was slipped back from the bride's face, but this time her eyes were not downcast. അപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും ആ ഒരു ബ്രൈഡിന്റെ ഫേസിൽ ഉണ്ടായിരുന്ന വീണ്ടും അത് ഓപ്പൺ ചെയ്തു, അത് മാറ്റിയെടുത്തു, മുഖത്ത് നിന്ന് മാറ്റി എടുത്തു. ആ സമയത്ത് ഈ ഒരു കുട്ടിയുടെ കണ്ണിൽ എന്തുണ്ടായിരുന്നില്ല, ബട്ട് ദിസ് ടൈം ഹർ ഐസ് വെർ നോട്ട് ഡൗൺ, ഈ ഒരു ബോലി താഴോട്ട് നോക്കുന്നുണ്ടായിരുന്നില്ല. ഷീ വാസ് ലുക്കിംഗ് അപ്പ്, അവള് നേരെ നോക്കുന്നുണ്ടായിരുന്നു. ലുക്കിംഗ് സ്ട്രേറ്റ് അറ്റ് ഹർ പെർസ്പെക്റ്റീവ് ഹസ്ബൻഡിന്റെ മുഖത്ത് നേരെ നോക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇൻ ഹർ ഐസ് ദർ വാസ് നെയ്തർ ആങ്കർ നോർ ഹേറ്റ്, ഓൺലി കോൾഡ് കണ്ടംപ്റ്റ്. അപ്പോൾ ഇവളുടെ കണ്ണിലൂടെ എന്ത് കാണാൻ സാധിച്ചില്ല, ദേഷ്യമോ അല്ലെങ്കിൽ വെറുപ്പൊന്നും അവളുടെ കണ്ണിൽ കാണാൻ സാധിച്ചില്ല. ഓൺലി കോൾഡ് കണ്ടംപ്റ്റ്, ഒരു തണുത്ത ഒരു എന്താ വെച്ചാൽ അവളുടെ മുഖത്തൊരു എന്താണ് ദേഷ്യമോ അതുപോലെ തന്നെ വെറുപ്പൊന്നും കാണാൻ സാധിച്ചില്ല എന്നാണ്. ബിഷാംബർ raised the gallant to place it round the bride's neck, but before he could do so, Boli's hand struck out like a streak of lightning, and the gallant was flung into the fire. She got up and threw away the veil. അപ്പോൾ എന്താണ്, ഈ ഒരു ഗാലന്റ്, ഈ ബിഷാംബർ ഈ ഒരു മാല ഇടുന്ന സമയത്ത് അവളുടെ അവളുടെ നെക്കിലേക്ക് ആ ഒരു ഗാലന്റ്, ആ ഒരു പൂമാല ഇടുന്ന സമയത്ത് ഇവൾ എന്ത് ചെയ്തു, അത് തട്ടി മാറ്റുന്ന സമയത്ത് ആ ഒരു പൂമാല ആ ഒരു അഗ്നിയിൽ വീണു. എന്ത് ചെയ്തു, അത് അഗ്നികുണ്ഡത്തിലേക്ക് വീണു. ഓക്കെ, അപ്പോൾ ഗാലന്റ് വാസ് ഫ്ലങ് ഇൻടു ദ ഫയർ. ഷീ ഗോട്ട് അപ്പ് ആൻഡ് ത്രൂ അവേ ദ വീൽ. എന്നിട്ട് എന്ത് ചെയ്തു, അവള് എണീച്ചു, അവൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റു. എന്നിട്ട് ആ ഒരു വീൽ, അവളുടെ ഫേസിൽ ഉണ്ടായിരുന്ന അതൊക്കെ വലിച്ചെറിഞ്ഞു. Pitaji said Boli in a clear, loud voice, and her father, mother, sisters, brothers, relations, and neighbors were startled to hear her speak without even the slightest stammer. അപ്പോൾ ഇവിടെ എന്തായിരുന്നു, പിതാജി. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഹിന്ദി സ്റ്റോറിയാണ്, അതിന് ഇംഗ്ലീഷിലേക്ക് റീറൈറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ പിതാജി എന്ന് വിളിച്ചു. എന്നിട്ട് ആ സമയത്ത് എന്ത് ചെയ്തു, ക്ലിയർ വോയിസിലാണ് പിതാജി എന്ന് ബോലി വിളിച്ചത്. അപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. അവളുടെ അച്ഛനും അമ്മയും അവളുടെ സിസ്റ്റേഴ്സും അവളുടെ സഹോദരന്മാരും ബന്ധുക്കളും അയൽവാസി എല്ലാവരും എന്ത് ചെയ്തു, എല്ലാവരും അത്ഭുതപ്പെട്ടു. സ്റ്റാലർ എന്ന് വെച്ചാൽ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. കാരണം എന്താണ്, ഇവൾക്ക് സ്റ്റാമർ ഉണ്ടായിരുന്നു, വിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇച്ചിരി വിക്ക്, ഒരു ചെറിയ രീതിയിലുള്ള വിക്ക് പോലും ഇല്ലല്ലോ എന്ന് അവർക്ക് ആ ഒരു വിക്ക് കേൾക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. പിതാജി, ടേക്ക് ബാക്ക് യുവർ മണി, ഐ എം നോട്ട് ഗോയിങ് ടു മാരി ദിസ് മാൻ. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ആ പൈസ എടുത്തോ, ഞാൻ ഇദ്ദേഹത്തിനെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. Ramlal was thunderstruck. The guest began to whisper, so shameless, so ugly and so shameless. അപ്പോൾ രാംലാലിന് ആകെ എന്തായി, തണ്ടർസ്ട്രക്ക് എന്ന് വെച്ചാൽ ഒരു എന്ന് വെച്ചാൽ ഒരു ഇടിയേറ്റതുപോലെ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ആകെ ഷോക്കായിപ്പോയി. ദ ഗസ്റ്റ് ബിഗാൻ ടു വിസ്പർ. അപ്പോൾ അവിടെ വന്നിരുന്ന ബന്ധുക്കളൊക്കെ എന്ത് ചെയ്തു, വിസ്പർ ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. സോ ഷെയിംലെസ്, എന്താണ് നാണക്കേട്, സോ അഗ്ലി ആൻഡ് സോ ഷെയിംലെസ്, എല്ലാവരും നാണക്കേട്, എന്തായി കുട്ടി ഇങ്ങനെ വെച്ചിട്ട് എല്ലാവരും അവിടെ ഒരു ടോക്ക് വന്നു. ഓക്കെ, അപ്പോൾ ബോലി, ആർ യു ക്രേസി, ഷൗട്ടഡ് രാംലാൽ. നിനക്ക് എന്താ വട്ടാണോ എന്ന് ചോദിച്ചിട്ട് അച്ഛന് ഷൗട്ട് ചെയ്തു. യു വാണ്ട് ടു ഡിസ്ഗ്രേസ് യുവർ ഫാമിലി, ഹാവ് സം റിഗാർഡ് ഫോർ അവർ ഇസ്സത്ത്. അപ്പോൾ നിനക്ക് കുടുംബത്തെ കുടുംബത്തിന് നീ അപമാനമാക്കുകയാണോ, അല്ലെങ്കിൽ മാനക്കേട് എന്ന് വെച്ചാൽ നീ കുടുംബത്തിന്റെ പേര് കളയുകയാണോ എന്ന രീതിയിൽ ഡിസ്ഗ്രേസ്, അപമാനം ഉണ്ടാക്കുകയാണോ, നീ കുടുംബത്തിന് അപമാനം ഉണ്ടാക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് അച്ഛന് ഷൗട്ട് ചെയ്തു. ഹാവ് സം റിഗാർഡ് ഫോർ അവർ ഇസ്സത്ത്. അപ്പോൾ നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യണം, നീ ഈ കല്യാണം കഴിച്ചേ തീരൂ എന്ന രീതിയിൽ അച്ഛന് ദേഷ്യം വന്നു. നീ അപമാനം ഉണ്ടാക്കുകയാണോ, എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് കല്യാണം വേണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നീ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുകയാണോ എന്ന രീതിയിൽ അച്ഛൻ ഷൗട്ട് ചെയ്തു. ഫോർ ദി സേക്ക് ഓഫ് യുവർ ഇസ്സത്ത് സെഡ് ബോലി. അപ്പം കുടുംബത്തിന്റെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കല്യാണം കഴിക്കണോ, ഐ വാസ് വില്ലിങ് ടു മാരി ദിസ് ലെയിം ഓൾഡ് മാൻ. ഞാൻ ആ ഒരു നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ നല്ലൊരു പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഓൾഡ് മാനിനെ, ഈ ഒരു വയസ്സായ കിളവനെ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതാ. പക്ഷേ but I will not have such a mean, greedy and contemptible coward as my husband. I won't. പക്ഷേ ഇത്രയ്ക്കും അത്യാഗ്രഹമുള്ള ഒരാളെ എനിക്ക് ഹസ്ബൻഡായിട്ട് വേണ്ട. ഇത്രയ്ക്കും അത്യാഗ്രഹവും നിന്ദ്യമായ ഭീരു, കവാഡ് എന്ന് വെച്ചാൽ ഭീരു ആയിട്ടുള്ള ഈ ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ട എന്ന രീതിയിൽ തറപ്പിച്ചു ബോലി പറഞ്ഞു.
വാട്ട് എ ഷെയിംലെസ് ഗേൾ, വി ഓൾ തോട്ട് ഷി വാസ് എ ഹാംലെസ് ഡം കൗ. അപ്പോൾ എന്തൊരു ഈ ഒരു കുട്ടി എല്ലാവരും എന്താണ് ഒരു അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി പറഞ്ഞു, എന്തൊരു നാണമില്ലാത്ത കുട്ടിയാണ്, ഞങ്ങളൊക്കെ കരുതിയത് ഡം കൗ എന്ന് വെച്ചാൽ ഒന്നും സംസാരിക്കാത്ത ഒരു പാവമായിട്ടുള്ള ഒരു വിഡ്ഢിയായിട്ടുള്ള ഒരു ജീവിയായിരിക്കും. കൗ എന്ന് വെച്ചാൽ ഇവിടെ പശുവിനെ പോലെ എന്നാണ്, ഒരു സംസാരിക്കാത്ത ഒരു വിഡ്ഢിയായ അല്ലെങ്കിൽ ഒരു വിഡ്ഢിയെ പോലെ എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇപ്പോൾ ഇവളെ ഓർത്ത് എന്താണ് ഇവർ കളിയാക്കിയാണ് ഒരു സ്ത്രീ. ബോലി ടേൺ വയലന്റ്ലി ഓൺ ദ ഓൾഡ് വുമൻ. ആ ഒരു സ്ത്രീയുടെ നേരിലേക്ക് തിരിഞ്ഞുകൊണ്ട്, യെസ് ആന്റി യു ആർ റൈറ്റ്. അതെ ആന്റി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. യു ഓൾ തോട്ട് ഐ വാസ് എ ഡം ഡ്രൈവൻ കം. നിങ്ങളൊക്കെ വിചാരിച്ചത് ഞാൻ ഒരു വിഡ്ഢിയായ പശുവിനെ പോലെ ഒരു വിഡ്ഢിയാണെന്നാണ്. ദാറ്റ്സ് വൈ യു വാണ്ടഡ് ടു ഹാൻഡ് മീ ഓവർ ടു ദിസ് ഹാർട്ട്ലെസ് ക്രിയേച്ചർ. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ തലയിലേക്ക് ഇദ്ദേഹത്തെ, ഈ ഒരു മനുഷ്യത്വം ഇല്ലാത്ത അല്ലെങ്കിൽ പൈസയോട് മണിയോട് മാത്രം ആക്രാന്തം കാണിക്കുന്ന ഇദ്ദേഹത്തെ പോലെയുള്ളൊരു മനസാക്ഷി ഇല്ലാത്ത ഒരുത്തൻ്റെ തലയിലേക്ക് എന്നെ കെട്ടിവെക്കുന്നത് അതുകൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞു. ബട്ട് നൗ ദ ഡം കൗ ദ സ്റ്റാമറിംഗ് ഫൂൾ ഈസ് സ്പീക്കിംഗ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച ആ വിഡ്ഢി തന്നെയാണ് സംസാരിക്കുന്നത്. വിക്കുള്ള ആ ഒരു ഫൂൾ, ആ ഒരു വിഡ്ഢി തന്നെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. ഡു യു വാണ്ട് ടു ഹിയർ മോർ? നിങ്ങൾക്ക് വേറെയും കേൾക്കണോ? അല്ലെങ്കിൽ ഞാൻ ഡു യു വാണ്ട് ടു ഹിയർ മോർ എന്ന് വെച്ചാൽ ഇനിയും എൻ്റെ വായിൽ ഇരിക്കുന്നത് കേൾക്കണോ എന്ന് വെച്ചാൽ ഞാൻ ഇനിയും സംസാരിക്കും എന്ന രീതിയിൽ ബോലി നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. ഓക്കെ, അപ്പം Bishambarnath, the grocer, started to go back with his party. The confused bandsman thought this was the end of the ceremony and struck up a closing song. അപ്പോൾ ബിഷാംബർനാഥ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആ ഒരു പാർട്ടി എന്ത് ചെയ്തു, കല്യാണം നടക്കാത്തതുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോകാൻ തീരുമാനിച്ചു. പക്ഷേ ആ ഒരു ബാൻഡ്മാൻ, ആ ഒരു ചെണ്ടമേളമൊക്കെ കൊണ്ടുവന്ന ആ ഒരു ട്രൂപ്പ് എന്ന് വെച്ചാൽ അവർക്ക് എന്തായില്ല, അവർക്ക് കൺഫ്യൂസ് ആയി. അവർക്ക് കല്യാണം കഴിഞ്ഞോ ഇല്ല എന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവർ വിചാരിച്ചു കല്യാണമൊക്കെ കഴിഞ്ഞു, അവർ തിരിച്ച് പോവുകയാണ്, കല്യാണം കഴിഞ്ഞിട്ട് പോവുകയാണെന്ന രീതിയിൽ അവരെന്ത് ചെയ്തു, ഈ സെർമണി, ഈ ഒരു കല്യാണം കഴിയുമ്പോൾ വെക്കേണ്ട ആ ഒരു സോങ് പ്ലേ ചെയ്തു, അല്ലെങ്കിൽ അത് അവർ വെച്ചു. ഓക്കെ, അപ്പോൾ രാംലാൽ സ്റ്റുഡ് റൂട്ടഡ് ടു ദ ഗ്രൗണ്ട്, ഹിസ് ഹെഡ് ബൗഡ് ലോ വിത്ത് ദ വെയിറ്റ് ഓഫ് ഗ്രീഫ് ആൻഡ് ഷെയിം. രാംലാൽ എന്ത് ചെയ്തു, താഴോട്ട് നോക്കി നിന്നിരുന്നു. അദ്ദേഹം തല ഉയർത്തിയില്ല. അദ്ദേഹത്തിന് വിഷമവും അതുപോലെ തന്നെ നാണക്കേടും ഉണ്ടായി. The flames of the scared fire slowly died down. Everyone was gone. Ramlal turned to Boli and said, "But what about you? No one will ever marry you. No, what shall we do with you?" അപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു ഫയറൊക്കെ, ആ ഒരു തീയൊക്കെ അണഞ്ഞു, എല്ലാവരും പോയി. എന്നിട്ട് എന്ത് ചെയ്തു, രാംലാൽ ബോലിയുടെ നേർക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു, ബട്ട് വാട്ട് അബൌട്ട് യു? എന്താണ് നിന്റെ പ്ലാൻ, അല്ലെങ്കിൽ നിന്നെ ആരാണ് കല്യാണം ചെയ്യുക? നോ വൺ വിൽ എവർ മാരി യു നൗ. ആരും നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. വാട്ട് ഷാൽ വി ഡു വിത്ത് യു? ഞങ്ങൾ നിന്നെ കൊണ്ട് എന്ത് ചെയ്യാനാ എന്ന രീതിയിൽ. ആൻഡ് സുലേഖ സെഡ് ഇൻ എ വോയിസ് ദാറ്റ് വാസ് കാം ആൻഡ് സ്റ്റഡി, ഡോണ്ട് യു വറി പിതാജി. അപ്പോൾ സുലേഖ എന്ന് പറയുന്നത് ബോലിയുടെ ആക്ച്വൽ ആയിട്ടുള്ള പേരാണ്. അപ്പോൾ സുലേഖ പറഞ്ഞു, കാമായിട്ട് സ്ലോ ആയിട്ട് നല്ല സമാധാനത്തോടെയും ശാന്തിയോടെ അവൾ പറഞ്ഞു, പേടിക്കേണ്ട അച്ഛ, in your old age I will serve you and mother and I will teach in the same school where I learned so much. Isn't that right ma'am? അപ്പോൾ എന്താ പറഞ്ഞു, നിങ്ങൾ വയസ്സാവുമ്പോൾ അച്ഛനെയും അമ്മയും ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇപ്പോൾ പഠിച്ച സ്കൂളിൽ തന്നെ ഞാൻ പഠിപ്പിക്കും, ഞാൻ ടീച്ചറായി അവിടെ പഠിപ്പിക്കും. എന്നിട്ട് isn't that right ma'am? എന്നിട്ട് അവിടെ ഈ ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ട് അവളുടെ ടീച്ചറും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറോട് ഇവള് ചോദിച്ചു, അല്ലയോ ടീച്ചർ, ശരിയല്ല ഞാൻ പറഞ്ഞത്? അപ്പോൾ എന്ത് പറഞ്ഞു, ദ ടീച്ചർ ഹാഡ് ഓൾ അലോങ് സ്റ്റുഡ് ഇൻ എ കോർണർ വാച്ചിങ് ദ ഡ്രാമ. അപ്പോൾ ഈ ഒരു ഡ്രാമ എന്ന് വെച്ചാൽ ഒരു കല്യാണം മുടങ്ങിപ്പോയൊരു ഈ ഒരു ചടങ്ങൊക്കെ ആര് കണ്ടിരുന്നു? ടീച്ചർ കണ്ടിരുന്നു. ആ ഒരു കോർണറിൽ നിന്നിട്ടുണ്ടായിരുന്നു ടീച്ചർ. യെസ് ബോലി, ഓഫ് കോഴ്സ്, ശരിയാണ് ബോലി, നീ പറഞ്ഞത് ശരിയാണ്, വളരെ ശരിയാണ്. ഷീ റിപ്ലൈഡ്, ആൻഡ് ഇൻ ഹർ സ്മൈലിംഗ് ഐസ് വാസ് ദ ലൈറ്റ് ഓഫ് ഡീപ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ആൻ ആർട്ടിസ്റ്റ് ഫീൽസ് വെൻ ഹി കണ്ടംപ്ലേറ്റ്സ് ദ കംപ്ലീഷൻ ഓഫ് ഹിസ് മാസ്റ്റർ പീസ്. അപ്പോൾ ഈ ടീച്ചർ ഇങ്ങനെ റിപ്ലൈ കൊടുത്തപ്പോൾ ടീച്ചർ പറഞ്ഞു, ശരിയാണ് നീ പറഞ്ഞത്, ശരിയാണ്, നീ പഠിച്ച സ്കൂളിൽ നിനക്ക് ടീച്ചർ ആവാനുള്ള യോഗ്യത ഉണ്ട് എന്ന രീതിയിൽ ടീച്ചർ സപ്പോർട്ട് ചെയ്തു ബോലിയെ. ആ സമയത്ത് ബോലിക്കുണ്ടായ സന്തോഷം എന്ന് പറയുന്നത് അവളുടെ മുഖത്തൊരു ഡീപ്പ് സാറ്റിസ്ഫാക്ഷൻ, വളരെ സമാധാനത്തിന്റെ നല്ലൊരു എന്തുണ്ടായിരുന്നു, അവളുടെ മനസ്സ് വല്ലാത്ത സന്തോഷിച്ചു.
ഇവൾക്കുണ്ടായ സന്തോഷം എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ്, ഒരു ചിത്രം വരക്കുന്ന ചിത്രം വരക്കുന്നവർക്ക് ആ ഒരു ചിത്രം വരച്ച് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ചിത്രം വരച്ചതിന് ശേഷം ആ ഒരു ആർട്ടിസ്റ്റിന് ഉണ്ടാകുന്ന സന്തോഷം, ആ ഒരു സന്തോഷം പോലെ ആയിരുന്നു ബോലിയുടെ മുഖത്ത് വിരിഞ്ഞ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്. എന്താണ് അപ്പോൾ ഇവിടെ എന്താണ്, ബോലി എന്ന് പറയുന്നത് ഒരു കുട്ടി, അവളുടെ ഫാമിലി സപ്പോർട്ട് ഒന്നും ലഭിക്കാത്ത ഒരു കുട്ടിയായിരുന്നു. എല്ലാവരും അവളെ കളിയാക്കിയിരുന്നു വിഡ്ഢി എന്ന രീതിയിൽ. പക്ഷേ അവളുടെ ടീച്ചറാണ് അവളെ സപ്പോർട്ട് ചെയ്തത്. അവളെ ഇത്രക്കും സംസാരിക്കാനും അല്ലെങ്കിൽ ഇത്രയും കോൺഫിഡൻസ് അവൾക്ക് നൽകിയത് അവളുടെ ടീച്ചറായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു.